എന്ന് പറഞ്ഞാൽ മുൻപ് അടുത്തിരിക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ അകന്നിരുന്നു, ഇപ്പൊ അകന്നിരിക്കാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്തിരിക്കുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ പ്രത്യേകത, നമ്മൾ ഒരു നിയമത്തെയും പ്രത്യക്ഷത്തിൽ അനുസരിക്കത്തില്ല എന്നുള്ളതാണ്. സ്തോത്രം. പറഞ്ഞതിന്റെ വെളിച്ചത്തിലെങ്കിലും ഇരിക്കുന്ന ചെയറുകൾ അല്പം മുൻപോട്ട് നീക്കി ഒന്നകന്നിരുന്നാൽ അവൻ നമുക്കത് ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങും. 2, ശുശ്രൂഷയ്ക്ക് നിയോഗിക്കപ്പെട്ട് ഉള്ളവർ അല്ലാതെ മറ്റുള്ളവർ കഴിവുള്ളിടത്തോളം നിങ്ങൾ നന്നായിരിക്കും എന്നും ഞാൻ ഈ തരുണത്തിൽ ഓർപ്പിക്കുന്നു. കാരണം നിയമങ്ങൾക്ക് നമ്മൾ കീഴടങ്ങുവാൻ ബാധ്യസ്ഥരാണ്. വിശുദ്ധ തിരുവെഴുത്തും നമ്മെ പഠിപ്പിക്കുന്നത് നിയമത്തിന് നമ്മൾ കീഴടങ്ങണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ, സഹകരിക്കുന്ന ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സാമൂഹ്യ അകലം കൂടെ കഴിവുള്ളിടത്തോളം പാലിച്ച് നിങ്ങളായിരിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു ശുശ്രൂഷയ്ക്ക് നിങ്ങൾ എഴുന്നേറ്റാൽ മാസ്ക് വെച്ചുകൊണ്ട് ശുശ്രൂഷിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അതും നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ദൈവം നമ്മയെല്ലാം സഹായിക്കട്ടെ. ഞാൻ കർത്താവിന്റെ ദാസൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ സ്തോത്രം, നമുക്ക് ഈ വാട്സപ്പ് കൂട്ടായ്മയിലൂടെയാണ് നമ്മളിങ്ങനെ ഒരു ബന്ധം നമ്മൾ സ്ഥാപിക്കപ്പെടുവാനിടയായി തീർന്നത്. പക്ഷെ ഇന്നും ആർക്കും ആരെ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഈ ഓൺലൈനിൽ കൂടെയുള്ള ബന്ധമേ ഉള്ളൂ. മുഖാമുഖം കണ്ടാൽ ആരാണെന്ന് ചോദിക്കേണ്ട ഒരു തലത്തിലാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ഇനി ഒന്ന് ശ്രദ്ധിക്കണേ. നിങ്ങൾ അകന്നിരുന്നു, വളരെ നന്നായി. നിങ്ങളുടെ അനുസരണത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്തു. അപ്പൊ ഇനി ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ആരാണ് എന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. തുടർന്നുള്ള ഒരു 10 മിനിറ്റ് സമയം സ്തോത്രം നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്ത 10 മിനിറ്റ് സമയം ഒന്ന് എഴുന്നേറ്റ് ഞാൻ എന്റെ പേരൊന്ന് പറഞ്ഞ് എവിടെ ഒന്ന് വരുന്നു എന്നൊന്ന് പറഞ്ഞാൽ അത്രയും പ്രിയപ്പെട്ടവർക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയും. പരിചയപ്പെടുത്തുവാനുള്ള സമയമാണ് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് എന്ന് ഒത്തിരി സമയമൊന്നും എടുക്കണ്ട. ഒറ്റ വാക്കിൽ എഴുന്നേറ്റ് എന്റെ പേര് ഇന്നതാണ്, ഇന്ന സ്ഥലത്തുനിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെയെങ്കിലും നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ സഹോദരിമാർ കുഞ്ഞുങ്ങളുടെ ഭാഗത്തു നിന്ന് ആരംഭിക്കണം. 10 മിനിറ്റ് സമയമുള്ളൂ. വേഗത്തിൽ എഴുന്നേറ്റ് പേര് പറഞ്ഞിരിക്കണം. മെർലി മുതൽ അങ്ങോട്ടുള്ള പ്രിയപ്പെട്ടവർ ഈ ഭാഗത്ത് എഴുന്നേൽക്കും. ഇവിടെ ഈ ഭാഗത്തും അങ്ങനെ തന്നെ ആ കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് വേഗത്തിൽ നമുക്ക് പരിചയപ്പെടുത്താം. ഓക്കെ, ഇരുന്ന മോളെ. മനസ്സിലായല്ലോ കുഞ്ഞു പറഞ്ഞത്? പേരും സ്ഥലവും പറയാൻ പറഞ്ഞുള്ളതിലും അവളുടെ പപ്പയെ കൂടെ പരിചയപ്പെടുത്തിയിട്ടായിരുന്നേ. നല്ല കാര്യം. സ്തോത്രം. അപ്പം അടുത്തുള്ളവരിനെയും പേരും സ്ഥലവും മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ. 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 Praise the Lord. ഈ ഭാഗത്തല്ലേ? ഓക്കെ. കർത്താവദാസൻ അനീഷ് മാസ്റ്ററുടെ സഹധർമ്മിണി വായിക്കലുണ്ട്. എന്നോട് ചോദിച്ചു ഞാൻ പരിചയപ്പെടുത്തണം, കാരണം എല്ലാവർക്കും അറിയാം. സ്തോത്രം. ഈ ഭാഗം അത്യാവശ്യം പേരുകളൊക്കെ ഒന്ന് മനസ്സിലായിട്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. സഹകരിച്ച ദൈവമക്കളോടുള്ള നന്ദി അറിയിക്കുന്നു. ഓക്കെ. അധ്യക്ഷൻ പേര് പറയണം. അപ്പോൾ തന്നെ 2-3 പേരോട് പരിചയപ്പെടുത്താനുണ്ട്. അനീഷ് പാസ്റ്റർ എല്ലാവർക്കും അറിയാം, ഷിജിമോനെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടൊക്കെ ആയിരിക്കും അവർ പരിചയപ്പെടുത്താഞ്ഞ്. എങ്കിലും എൻ്റെ പേര് ഷാജി മാത്യു, ഞാൻ റാന്നിയിൽ നിന്ന് വരുന്നു. സ്തോത്രം. മറ്റുള്ള നമ്മുടെ ഖോയറിനെയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. സഹകരണത്തിന് നന്ദി പറയുന്നു.
പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ഒരു സന്തോഷവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു കൂട്ടായ്മ ഒരുമിച്ച് കൂടുന്നത്. ആ ഒരു സന്തോഷം പോലും നിങ്ങളുടെ മുഖങ്ങളിൽ കാണാനില്ല. കഴിഞ്ഞ പകലിൽ ആമൻ കർത്തൃദാസന്മാർ ചേർന്ന് പരശൂഹം നടത്തി. ആമൻ ഒരു പ്രദേശത്ത് ഞങ്ങൾ കണ്ട ഒരു കാഴ്ച പറയാം. പരശൂഹത്തിനായി ആ ദേശത്ത് കടന്നു ചെന്നപ്പോൾ അവിടെയുള്ള ജനങ്ങളെല്ലാം ആവേശത്തോടെ പുറത്തിറങ്ങി. അനീഷ് പാസ്റ്ററൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ആ പ്രിയപ്പെട്ടവരുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ നാളുകൾക്ക് ശേഷം ദൈവവചനം കേൾക്കാനുള്ള ഒരു ആവേശവും ആ ഒരു തിളക്കവും അവരുടെ കണ്ണുകളിൽ ഞങ്ങൾ കാണാൻ കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ ദൈവസഭയിൽ നമുക്ക് ഒരുമിച്ച് കൂടി വന്നിട്ട് നാം ഇങ്ങനെ ഇരുന്നാൽ എന്തൊരു കഷ്ടമാണെന്നൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അവൻ കർത്താവിന് മഹത്വം അർപ്പിക്കുവാൻ, കർത്താവിന് നന്ദി പറയുവാൻ, അവനെ ഒരു പകലൂടെ കർത്താവ് നമ്മെ ആലയത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നെങ്കിൽ അവൻ ഇന്ന് പകൽ ഹല്ലേലൂയ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവൻ കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവവാദപീഠത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അവൻ തുടർന്ന് നമുക്ക് ഒരുമിച്ച് സഹകരിക്കാവുന്ന ഒരു ആത്മീയ ശുശ്രൂഷയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞ കൂട്ടായ്മകളിൽ നാം തുടങ്ങി വെച്ച നമ്മുടെ ചാരിറ്റി പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ നമ്മളൊരു ഓഫറിങ് സ്വീകരിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ ഒരു നിർബന്ധിതമല്ല, അറിയാത്തവർ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് അത് ബാധകമല്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പ് പറയാം, കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ ഈ ലഭിക്കുന്ന തുക നമ്മൾ തീർച്ചയായിട്ടും കഴിഞ്ഞ 2 മാസം അർഹതയുള്ള കരങ്ങളിൽ എത്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ ധൈര്യത്തോടെ ഈ സഭയിൽ ഞാൻ പ്രസ്താവിക്കുന്നു. ഈ ഓഫറിങ്ങോട് ലഭിക്കുന്ന തുക തീർച്ചയായിട്ടും സമൂഹത്തിൽ അർഹതയുള്ള പ്രിയപ്പെട്ടവരിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അവൻ തുറന്നുള്ള സമയം അവൻ കൊയർ ഒരു ഗാനം ആലപിക്കുമ്പോൾ അവൻ നമുക്ക് ആ ശുശ്രൂഷയിൽ ഒരുമിച്ച് പങ്കാളികളാകാം. സ്തോത്രം. ഞാൻ ഓർപ്പിച്ചല്ലോ, കരങ്ങളിൽ ഇല്ലാത്തവർ ഒരു കാരണവശാലും ഭാരപ്പെടരുത്. നിങ്ങളിത് അറിഞ്ഞിട്ടില്ല, എന്നാൽ അങ്ങനെ ചെയ്യാൻ സാധ്യതയുള്ള സാവകാശമുള്ള പ്രിയപ്പെട്ട ശുശ്രൂഷ സഹകരിക്കുക. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എളിയവരിൽ ഒരുത്തന് ചെയ്തത് എനിക്ക് ചെയ്തു എന്ന് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുമ്പോൾ അവൻ നമുക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അവൻ ഒത്തിരി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ചെറു തിരി വെളിച്ചമായി തീരാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ശുശ്രൂഷയിൽ പങ്കാളികളാകാം. ഒരു നിമിഷം കൂടെ നമ്മുടെ കണ്ണുകൾ ദിവസം നമുക്ക് അടയ്ക്കാം.
ഒരു നിമിഷം കൂടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ നടുവിൽ നമ്മുടെ ചാരിറ്റി പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ സമർപ്പിക്കപ്പെട്ട ഈ സ്തോത്ര വഴിപാടിനായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെ സഹായിക്കുവാൻ ഇന്ന് പകൽ ആർക്കെങ്കിലും കഴിയാതെ പോയി എങ്കിൽ ദൈവം അവരെ ബലപ്പെടുത്തുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മുൻപോട്ടുള്ള ശുശ്രൂഷകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്തൃദാസന്മാരെ ഇന്ന് പകലിൽ ശക്തമായി ദൈവാത്മാവ് നമ്മുടെ നടുവിൽ ഉപയോഗിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് ദൈവസ്ഥലിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പ്രവീൺ മുൻപോട്ടുള്ള ശുശ്രൂഷകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് സ്തോത്ര വഴിപാടിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതായി സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മഹത്വം. ഈ അനുഗ്രഹീത പകലിൽ ഒരു പ്രാവശ്യം കൂടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഈ പകലിൽ നമ്മുടെ നടുവിലായിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ വന്ദനം ചൊല്ലുന്നു. അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന ആത്മീയ വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് ദർശനം നൽകിയ ഇതിന്റെ നേതൃസ്ഥാനത്തുനിന്ന് പ്രവർത്തിക്കുന്ന ഗ്രൂപ്പിന്റെ അഡ്മിനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അനീഷ് വല്ലന, തന്റെ കുടുംബം, ഈ ദൈവസഭയോടുള്ള ബന്ധത്തിലും ഗ്രൂപ്പിനോടുള്ള ബന്ധത്തിലും ഇവിടെ ആയിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവജനം, ദൈവദാസന്മാർ, ഈ ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്ന അതിന്റെ അഡ്മിനായി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മനോജ് എബ്രഹാം, നമുക്കേറെ പരിചയമുള്ള ശബ്ദത്തിനുടമകളായ അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ, പിന്നീട് അവരെ പരിചയപ്പെടുത്തുവാൻ സമയമുള്ളത് കൊണ്ട് ഈ സമയത്ത് ഞാനതിന് മുതിരുന്നില്ല. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ വളരെ വൈകിയാണ് നമ്മുടെ ആത്മീയ ശുശ്രൂഷകൾക്ക് തുടക്കം കുറിച്ചത്. ഏകദേശം 20 മിനിറ്റോളം നമ്മൾ വൈകി ആണ് ആരാധന തുടങ്ങുവാനിടയായി തീർന്നത്. ആരാധിക്കുവാനൊക്കെ ദീർഘസമയങ്ങൾ വേർതിരിച്ചാൽ വളരെ ശക്തമായി ദൈവത്തെ ആരാധിക്കുവാൻ കൃപ പ്രാപിച്ച ദൈവദാസന്മാരാണ് ഇവിടെ ആയിരിക്കുന്നത്. എങ്കിലും ഇന്നത്തെ സമയക്രമീകരണത്തിൽ എനിക്ക് അവരെ അല്പം നേരത്തെ സ്തോത്രം അവസാനിപ്പിക്കുവാൻ ആവശ്യപ്പെടേണ്ടി വന്നതിൽ ഞാൻ നിർവ്യാജം ക്ഷമ ചോദിക്കുന്നു. കാരണം ഒരു മീറ്റിംഗ് സമയത്ത് ആരംഭിച്ച് സമയത്ത് അവസാനിപ്പിക്കുക എന്നുള്ളത് അതിൽ ലീഡ് ചെയ്യുന്ന ആളുടെ ഉത്തരവാദിത്തമായതുകൊണ്ട് ഞാനൊരു ഉത്തരവാദിത്തത്തിൽ നിന്നുകൊണ്ട് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവമായ കർത്താവ് നമ്മെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള സമയം നാം ഒരുമിച്ച് ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ പോകുകയാണ്. ആമുഖ വാക്കുകൾ ദീർഘമാക്കുവാൻ ഇന്ന് പകലിൽ സമയത്തിന്റെ പരിമിതിയിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിശുദ്ധ തിരുവഴുത്തിലെ ശ്രദ്ധേയമായ ഒരു തിരുവചന ഭാഗമാണ് കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ. നമുക്ക് ഒരാർപ്പുമില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും പറയും, നമുക്ക് ഒക്കെ ശബ്ദമില്ലാത്തത് ആരാധനയുടെ നടുവിൽ മാത്രമേ ഉള്ളൂ. സ്തോത്രം. നമ്മുടെ ഓരോരുത്തരുടെയും വീടിന്റെ സൈഡിൽ കൂടെ ഒന്ന് പോയി നടന്നു നോക്കണം, ഇവർക്കൊക്കെ ശബ്ദമുണ്ടോ, ഞങ്ങൾക്കൊക്കെ ശബ്ദമുണ്ടോ എന്നുള്ളത്.
ഞാൻ എന്നെ ഒഴിച്ചു നിർത്തിയല്ല പറഞ്ഞത്, ഞങ്ങൾക്കൊക്കെ എന്നാ പറഞ്ഞത്. സ്തോത്രം എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് അകത്ത് വന്നിരിക്കുമ്പോൾ നമുക്ക് പിന്നെ എന്തില്ല, ആമേൻ സ്തോത്രം, ശബ്ദം പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ ഇങ്ങനെ പറഞ്ഞു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ. അടുത്ത ഭാഗം നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞ ആർപ്പോടെ കൊയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ഒരാർപ്പും നമ്മൾ ആരും കേട്ടില്ല. സ്തോത്രം. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനമാണ് കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ. വിശുദ്ധ തിരുവെഴുത്തിലെ ഓരോ വചന ഭാഗങ്ങളും വളരെ മനുഷ്യ സന്തോഷിക്കുവാൻ ഇട നൽകുന്നതാണ്. സ്തോത്രം. പക്ഷെ നമുക്കതിൽ സന്തോഷിക്കുവാനോ ദൈവത്തെ മഹത്വപ്പെടുത്താനോ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്രയും സമയം ഇങ്ങനെ പോകട്ടെ. തുടർന്ന് ദൈവദാസന്മാർ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ആ സമയമെങ്കിലും നിങ്ങൾ ആ ദൈവവചനത്തോട് സ്തോത്രം ഒന്ന് ഏകീഭവിക്കുവാൻ ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഇങ്ങനെ നാം ഇരുന്നാൽ സ്തോത്രം. ഒരിക്കൽ ഒരു ദൈവദാസൻ പറഞ്ഞതുപോലെ കണ്ണടച്ചു ധ്യാനിക്കാനും വിശുദ്ധ തിരുവെഴുത്ത് വായിക്കാനൊന്നും ഇനി നിങ്ങൾ സമയം വേർതിരിക്കരുത്. സ്തോത്രം. പ്രത്യേകിച്ച് നല്ല ചൂടുണ്ട്. സ്തോത്രം അല്ലേ? അപ്പം ഈ നല്ല ചൂടിനിടയ്ക്ക് ഈ ചെറിയ കാറ്റ് ഫാനിൻ്റെ കൂടെ കിട്ടുമ്പം അറിയാതെ ധ്യാനം വലിയൊരു ധ്യാനമായി മാറാനുള്ള എല്ലാ സാധ്യതയും നമ്മുടെ നടുവിൽ ഉള്ളത് കൊണ്ട് അതിന് നിങ്ങൾ മുതിരാതെ അവൻ ദൈവസന്നിധിയിൽ ദൈവവചനത്തോട് അവൻ ചേർന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ ഞാൻ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ വാക്കുകളെ ദീർഘമാക്കുന്നില്ല. വളരെ തിടുക്കത്തോടെ നമ്മുടെ നടുവിലായിരിക്കുന്ന കർത്തൃദാസന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാരംഭത്തിൽ ചില മിനിറ്റുകൾ അവൻ അനുഗ്രഹിതനായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കെ.എം. കുര്യാക്കോസ് അവர்கள் അവൻ ദൈവവചനത്തിൽ നമ്മോട് സംസാരിക്കും. കർത്താവിന്റെ ദാസന്റെ നിരവധി പ്രഭാഷണങ്ങൾ നാം ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ കേട്ടു അല്ലേ? കുര്യാക്കോസ് പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ശബ്ദം കൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അവൻ സ്തോത്രം നാം ഇന്നാണ് മുഖാമുഖമായി കാണുന്നത്. സ്തോത്രം. അപ്പം ആ കർത്താവിന്റെ ദാസൻ തുടർന്നുള്ള സമയം ദൈവവചനം ശുശ്രൂഷിക്കും. അപ്രിയ കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കഴിഞ്ഞ 1 മണിക്കൂർ മുമ്പ് വരെ എൻ്റെ ധാരണ അദ്ദേഹം മുണ്ടക്കയത്തുനിന്നാണ് വരുന്നതെന്നായിരുന്നു. സ്തോത്രം. സ്തോത്രം. കാരണം ഞാൻ അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് അങ്ങനെയാണ്. നമ്മളെല്ലാം ഒരു പക്ഷേ അങ്ങനെയാണ്. കെ.എം. കുര്യാക്കോസ് മുണ്ടക്കയം അല്ലേ? പക്ഷെ അദ്ദേഹം ഇവിടെ അടുത്ത് പുല്ലാട് എന്ന് പറയുന്ന സ്ഥലത്ത് പാർത്തുകൊണ്ട് കർത്താവിന്റെ മഹത്വമുള്ള വേലയിൽ മുന്തിരിത്തോട്ടത്തിൽ അഹോരാത്രം അധ്വാനിച്ചു കൊണ്ടായിരിക്കുന്നു. ആ പ്രിയ കർത്തൃദാസനെ ഓർത്ത് സ്തോത്രം. വളരെ തിരക്കുകളുടെ നടുവിൽ നിന്നാണ് താൻ ഓടിയെത്തിയത്. എനിക്ക് തോന്നുന്നു, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ ശുശ്രൂഷയ്ക്ക് അനന്തരമായി വളരെ വേഗത്തിൽ അദ്ദേഹത്തിന് തിരികെ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാം സമയത്തെ അല്പം ഒന്ന് സ്പീഡിലാക്കിയത്. കർത്താവിന്റെ ദാസനെ തുടർന്നുള്ള സമയം ദൈവവചന ശുശ്രൂഷിക്കുവാൻ സമയത്തെ വേർതിരിക്കുന്നു. ആ ദൈവവചന ശുശ്രൂഷയ്ക്ക് അനന്തരമായി നമുക്ക് ഏറെ സുപരിതന, ഞാൻ പറഞ്ഞതുപോലെ തന്നെ പേരുകൊണ്ട് നമുക്കെല്ലാം വളരെ അടുത്തറിയാവുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസനാണ് തുടർന്ന് ദൈവവചന ശുശ്രൂഷിക്കുന്നത്. പ്രിയ കർത്താവിന്റെ ദാസൻ ഡോക്ടർ ബിനു ആലുമൂട്ടിൽ സാറിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ തിരുവചന പഠനം, അദ്ദേഹത്തിന്റെ ക്ലാസുകൾ നമുക്കൊക്കെ വളരെ അനുഗ്രഹമായിരുന്നു. ദൈവവചന ശുശ്രൂഷകൾ ഗ്രൂപ്പിലുള്ളവർക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ഇന്നാണ് ഞാനും അദ്ദേഹവുമായി മുഖാമുഖം കാണുന്നത്. നമ്മിൽ ഏറെ പേരും അങ്ങനെയാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. അവൻ ശബ്ദം കൊണ്ട് ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മളെല്ലാം പരിചിതരാണ്. പക്ഷേ അവൻ നമുക്ക് ഒരുമിച്ച് കാണാൻ കർത്താവ് ഇങ്ങനൊരു അവസരം തന്നത് ഓർത്തെങ്കിലും അവൻ ഇന്ന് പകലിൽ കർത്താവിന് മഹത്വം അറിയിക്കാം. പ്രൈസ് ദി ലോർഡ്. അവൻ ശബ്ദം കൊണ്ട് അറിഞ്ഞവരെ അടുത്തറിയാൻ കർത്താവ് അവസരം തന്നെങ്കിൽ ഇന്ന് പകല് ഞാനൊരു കാര്യം ഓർപ്പിക്കാം. നാം ഇന്ന് ആരാധിക്കുന്ന നമ്മുടെ തമ്പുരാനെ അടുത്തറിയാനുള്ള ദിവസം അടുത്തുകൊണ്ടിരിക്കുകയാ. ഇന്ന് പകൽ എത്ര പേർക്ക് ആ ഒരു ഉറപ്പുണ്ട് ജീവിതത്തിൽ? അവൻ എത്ര പേർക്ക് ആ ഒരു ധൈര്യമുണ്ട് ജീവിതത്തിൽ? അവൻ ഞാൻ ആരാധിക്കുന്ന എൻ്റെ ആരാധ്യ പുരുഷൻ, അവന്റെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ അവൻ ഞാൻ നേരിൽ കാണാനുള്ള സമയം ഏറ്റവും അടുത്തു എന്ന് അകത്ത് പ്രത്യാശയുള്ള ദൈവമക്കൾ അവൻ ഇന്ന് പകൽ അല്പ മിനിറ്റുകൾ അതിരുകളെ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. തുടർന്നുള്ള സമയം കർത്താവിന്റെ ദാസൻ കെ.എം. കുര്യാക്കോസ് പാസ്റ്റർ മുൻപോട്ട് കടന്നു ദൈവത്തിന് ശുശ്രൂഷിക്കും. കർത്തൃദാസനെ ആദരവോടെ സ്നേഹത്തോടെ ക്ഷണിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സന്ദർഭത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകലിൽ ഇവിടെ വെച്ച് നടക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിൽ വന്ന് സംബന്ധിക്കാനായിട്ട് എനിക്ക് സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഈ മീറ്റിങ്ങിനെ കുറിച്ച് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അനീഷ് വല്ലന എന്നെ വിളിച്ച് ഓർപ്പിക്കുകയുണ്ടായി.
വരാനായിട്ട് സാധിക്കാത്ത ഒന്ന് രണ്ട് തടസ്സങ്ങൾ എൻ്റെ മുൻപിലുണ്ടായിരുന്നെങ്കിലും ഇന്ന് കുറച്ച് സമയമെങ്കിലും നിങ്ങളോട് കൂടെ ആയിരിക്കണമെന്ന് ഹൃദയത്തിൽ വളരെ ആഗ്രഹമുണ്ടാകുകയും ആ നിലകളിലാണ് ഈ മീറ്റിങ്ങിൽ സംബന്ധിപ്പാനായിട്ടിടയായും തീർന്നിട്ടുള്ളത് എന്ന കാര്യം ഞാൻ ഓർപ്പിക്കുന്നു. ഞാൻ ദൈവവചനം ശുശ്രൂഷിക്കാൻ വേണ്ടിയല്ല ഇന്ന് പകലിവിടെ വന്നത്. അല്പസമയങ്ങൾ ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുകയും നിങ്ങളെയൊക്കെ മുഖാമുഖം ഒന്ന് കണ്ട് മടങ്ങിപ്പോവുകയും ചെയ്യാമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് വന്നത്. അത് തന്നെയല്ല, ഈ അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിനെയും ഫേസ്ബുക്ക് ഗ്രൂപ്പിനെയും ഒത്തിരി സ്നേഹിക്കുകയും ഒത്തിരി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. അതിലൂടെ അനവധി ആവർത്തി ദൈവത്തിൻ്റെ വചനം സംസാരിപ്പാനായിട്ടുള്ള അവസരങ്ങൾ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതും ഞാൻ ഈ തരുണത്തിൽ ഓർക്കുന്നു. എൻ്റെ ചിന്ത ശരിയാണെങ്കിൽ എന്നെ അനീഷ് പാസ്റ്റർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് പാസ്റ്റർ മനോജ് എബ്രഹാം ആയിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്. കാരണം ചില നാളുകൾക്ക് മുൻപ് ഒരു മീറ്റിങ്ങിനുള്ള ബന്ധത്തിൽ, ഒരു കാത്തിരിപ്പ് യോഗത്തുള്ള ബന്ധത്തിലാണ് എനിക്കും വാഴ്സിലിയ മനോജ് എബ്രഹാം പാസ്റ്ററും തമ്മിൽ കാണുവാനായിട്ട് കഴിഞ്ഞത്. അന്നു മുതലുള്ളതായ ഒരു ആത്മീക ബന്ധം ഞങ്ങൾക്കുണ്ട്. പരസ്പരം ഓർക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ സാധിക്കുന്നു. അത് ഞാൻ ഓർക്കുന്നു. ഞാൻ ദീർഘമായ ഒരു പ്രഭാഷണമൊന്നും നടത്തുവാൻ വേണ്ടിയല്ല ഇവിടെ നിൽക്കുന്നത്. ഇന്ന് എനിക്ക് പാസ്റ്റർ ബിനു ആലിങ്കലിൻ്റെ മെസ്സേജ് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സാധിക്കാത്തതിലുള്ള ഖേദം ഈ തരുണത്തിൽ ഞാൻ അറിയിക്കുകയാണ്. കാരണം പല ക്ലാസ്സുകളും കർത്താവിൻ്റെ ദാസൻ്റേത് ഞാൻ വളരെ വൈകിയാണെങ്കിൽ പോലും ഡിലീറ്റ് ചെയ്യാതെ ശ്രദ്ധിക്കാറുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഓർപ്പിച്ചു. ഇന്ന് ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ ഷാജി പാസ്റ്ററെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ വാട്സപ്പിലൂടെയൊക്കെയാണ് പലരെയും പരിചയപ്പെടാൻ സാധിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതിൽ എനിക്ക് സന്തോഷം ഞാൻ അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുവാനായിട്ട് പ്രിയപ്പെട്ടവരെ ദൈവം സഹായിച്ചല്ലോ. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു ചെറിയ ചിന്ത ഒരു 10 മിനിറ്റുകൾ കൊണ്ട് പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കും. ഞാൻ ഈ കോമ്പൗണ്ടിൽ വന്നപ്പോഴാണ് എന്നോട് അല്പം മിനിറ്റുകൾ സംസാരിക്കണമെന്ന് ഓർപ്പിച്ചത്. പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ ഒരു ദൈവവചനം ഓടുവാനിടയായി. ആ ദൈവത്തിൻ്റെ വചനം ഞാനിങ്ങനെ പല ആവർത്തി എൻ്റെ മനസ്സിലൂടെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷൻ്റെ വാക്കുകളിൽ നിന്ന് ഒരു ദൈവവചന വാക്ക് പുറത്തേക്ക് വന്നത്. ആ വാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഹലോ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പുടയും. ആ വാക്ക് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ചിന്താമണ്ഡലത്തിനകത്ത് വളരെ ആഴമായി പകരുവാൻ്റെ സങ്കീർത്തന പുസ്തകത്തിൽ നിന്നുള്ള ഒരു വാക്യമാണ് ദൈവദാസൻ ഓർപ്പിച്ചത്. ഞാൻ നിങ്ങളോട് ഓർപ്പിക്കാം. ആഴമായിട്ടുള്ള ഒരു നിലവിളി ഉയരേണ്ട കാലമായത്. ചിലരെ ചിന്തിക്കുന്നത് 2020 കഴിഞ്ഞ് 2021 പ്രവേശിക്കുമ്പോൾ വളരെ അനുഗ്രഹീതമായൊരു വർഷമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നെങ്കിൽ എൻ്റെ ചിന്തയിൽ നിന്ന് ഓർമ്മപ്പെടുത്തുന്നത് 2021 വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ആഴമായിട്ടുള്ള ഒരു നിലവിളി നടത്തേണ്ട വർഷമാണെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ ഒരു കാര്യം തിരുവചനത്തിലൂടെ ഞാൻ വ്യക്തമാക്കുന്നത്, എവിടെ നിലവിളി ഉയർന്നിട്ടുണ്ടോ അവിടെയൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി നടന്നിട്ടുണ്ട്. തെളിവിന് വേണ്ടി പഴയ നിയമത്തിൽ നിന്ന് ആഴമായ ഒരു ചിന്ത നിങ്ങൾക്ക് നൽകാം. ഒരു ചിന്ത മാത്രമാണ്. വളരെ ശക്തനായ ഒരു ദൈവദാസന പകൽ ദൈവം സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ആ വാക്കുകൾ വിടുകയാണ്. അബ്രഹാം എന്ന് പറയുന്ന നിഗ്രഹീതനായ മനുഷ്യൻ, പഴയ നിയമത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ, തൻ്റെ മകൻ ഇസ്രായേൽ അല്ലെങ്കിൽ യാക്കോബ് താൻ വളരെ വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന സമയം, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണേ. യാക്കോബിന്റെ വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ
തൻ്റെ കുഞ്ഞുങ്ങളെല്ലാം താൻ അരികത്ത് വിളിച്ച് അവരെ ഓരോരുത്തരെയും അനുഗ്രഹിപ്പാനിടയായിട്ടുണ്ട്. ഓരോരുത്തരും അരികിലേക്ക് കടന്നു വന്ന സന്ദർഭങ്ങളിൽ അവരെ അനുഗ്രഹിച്ച് അവരെക്കുറിച്ചുള്ള പിതാവിന്റെ ഇഷ്ടങ്ങൾ, പിതാവിന്റെ ആഗ്രഹങ്ങൾ നിറവടിയായി ഓർമ്മപ്പെടുത്തുമ്പോൾ ഇസ്രായേൽ വളരെ കൃത്യമായി ഒരു പദമുണ്ട്. എന്താണെന്നറിയാമോ? ഇന്ന് നിങ്ങൾ ആരും കണ്ടിട്ടില്ലാത്തതും നിങ്ങളുടെ മനസ്സിൽ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ലാത്തതുമായ ഒരു നാളുകളുണ്ടെന്നും നാളുകളിൽ ഈ ലോകം ഒരു ഏകാധിപത്യ രാജ്യമായി തീരുമെന്നും രാജാക്കന്മാർ രാജ്യം ഭരിക്കുന്ന ഒരു കാലഘട്ടമായി ഈ ലോകം തീരുമെന്നും ആ കാലഘട്ടത്തിൽ ഏകാധിപത്യ രാജസിംഹാസനത്തിലേക്ക് കടന്നു വരേണ്ടതിന് യഹൂദാ കുടുംബത്തിന് അവകാശമുണ്ടാകുമെന്നും അനുഗ്രഹിച്ചു പറഞ്ഞു. ഹലോ, എന്താണ് യാക്കോബ് പറഞ്ഞത്? യാക്കോബ് പറഞ്ഞത് യഹൂദയ്ക്കുള്ള വാഗ്ദത്തം, യഹൂദയ്ക്കുള്ള അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തെ പിടിച്ചു വെച്ചുകൊണ്ട് യഹൂദ ഇങ്ങനെ അപ്പന്റെ അനുഗ്രഹം എന്റെ മേലുണ്ടെന്ന് പറഞ്ഞ് ഓരോ ദിവസങ്ങളും മുൻപോട്ട് പോകുമ്പോൾ അപ്പന്റെ വാക്കുകൾക്കപ്പുറത്ത് റാഹേൽ ദൈവത്തിന്റെ സന്നിധിയിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പറയുന്നുണ്ടപ്പാ, ഇസ്രായേൽ തലമുറകളെയൊക്കെ അനുഗ്രഹിച്ചെങ്കിലും എനിക്ക് മക്കളില്ലാത്ത കാലത്ത് എന്റെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ നിലവിളിച്ച നിലവിളി അങ്ങ് കേട്ടിട്ട് എന്റെ തലമുറയെ കൈവിടാതെ അവരെ കൂടി ഓർക്കണമേ എന്ന ദൈവസന്നിധിയിൽ റാഹേൽ നിലവിളിച്ചു. ആ നിലവിളി ഒരിക്കലും നഷ്ടമായി പോയില്ല. ഞാൻ ഈ പറയുന്ന വാക്കുകൾ ദീർഘമായ സമയങ്ങൾ കൊണ്ട് പറയേണ്ട വാക്കുകളാണ്. ചുരുക്കമായി വാക്കുകൾ മാത്രമേ ഞാൻ ഓർപ്പിക്കുന്നതേ ഉള്ളൂ. ശ്രദ്ധിച്ചേ, അപ്പൻ മകനോട് പറയുന്നു, നീ നിന്റെ കുടുംബവും രാജസിംഹാസനത്തിലൂടെ കടന്നു പോകും. അമ്മ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുൻപ് മുതൽ പ്രതീക്ഷകൾ മുഴുവൻ കൈവിട്ടിരിക്കുമ്പോഴും ഓലോലം കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പിതാവിനോട് പ്രാർത്ഥിച്ചു പറയുകയാണ്, എനിക്ക് മക്കളില്ലെങ്കിലും എന്റെ മക്കളെ ചൊല്ലി ഞാൻ കരയുമെന്ന് പറഞ്ഞ ആ വാക്കുകളും ആ കണ്ണുനീരും മറുപടിയായി വരികയാണ്. ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ വാക്യങ്ങളൊന്നും വായിക്കണ്ട. വരുമ്പോൾ ന്യായാധിപന്മാരുടെ കാലം അവസാനിച്ച് രാജ്യത്തൊരു ഏകാധിപത്യ രാജ്യസഭ സിംഹാസനത്തിലേക്ക് ആളുകൾ കടന്നു വരേണ്ട സമയമെത്തി നിൽക്കെ പിതാവായ ദൈവം ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? യാക്കോബ് മകനെ അനുഗ്രഹിച്ചു പറഞ്ഞിരിക്കുന്ന യഹൂദ കുടുംബത്തിൽ നിന്നൊരുവൻ എഴുന്നേൽക്കണം. റാഹേൽ ദൈവസന്നിധിയിൽ തലമുറ ജനിക്കുന്നതിന് മുൻപ് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പാ, എന്റെ തലമുറയെ കൈവിടരുത്, എന്റെ തലമുറയെ കൈവിടരുത്. പൊട്ടിക്കരയുന്ന കണ്ണുനീര, നിലവിളിക്കുന്ന നിലവിളിയാ. ദൈവം രണ്ടിനെയും എന്റെ ഭാഷയിൽ പറഞ്ഞാൽ രണ്ട് കൈകൾക്കകത്തിട്ടൊന്ന് അമ്മാനമാടി നോക്കി. സുവിശേഷ വേലയ്ക്കിറങ്ങുന്നതിന് മുൻപ് 1994 മെയ് മാസം 19-ാം തീയതി അർദ്ധരാത്രി സമയത്ത് ഞാൻ തന്നെ എന്റെ മുറിക്കകത്ത് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്റെ അരികത്തിറങ്ങി വന്ന് എന്നോട് പറഞ്ഞു, ഇനിയുള്ള കാലം നീ എന്റെ വേലയ്ക്ക് വേണ്ടി പുറപ്പെടണം. രാവിലെ എഴുന്നേറ്റ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവന്റെ അരികിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞ വാക്കുണ്ട്, നീ ഇനിയും ഇവിടെ നിന്ന് ബുദ്ധിമുട്ടണ്ട, നീ അബുദാബിയിലേക്ക് കടന്നു പോകണം, മാന്യമൊരു ജോലി നിന്റെ മുമ്പിലുണ്ട്, പോകണമെന്ന് പറഞ്ഞു. ഒന്ന്, രാത്രി 12 മണിക്കുള്ള ദൈവശബ്ദം. 2, രാവിലെ 7:30 മണിക്ക് എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഈ ലോകത്തിന്റെ ഗതിയിലുള്ള ഏറ്റവും വലിയ ഒരു ഒരു സാധ്യത. രണ്ടിനെയും എന്റെ 2 കൈകളിൽ വെച്ച് ഞാൻ അമ്മാനമാടിയതുപോലെ ഇന്ന് പകലിൽ ഞാൻ ഇങ്ങനെ പറയുന്നു, യാക്കോബിന്റെ വാക്കുകളും റാഹേലിന്റെ വാക്കുകളും അത്യുന്നതനായവൻ തന്റെ 2 കൈകൾക്കകത്ത് അമ്മാനമാടി
പറഞ്ഞപ്പോ ഒരു കാര്യം സ്വർഗം പറഞ്ഞെല്ലാണെന്നറിയാമോ? നിലവിളിയുടെ മുമ്പിൽ മറികടക്കാത്തൊരു ദൈവമുണ്ട്. കണ്ണുനീരിന്റെ മുമ്പിൽ മറികടക്കാത്തവൻ. ദൈവം പറഞ്ഞു, യാക്കോബേ, നിന്നെ ഞാൻ കൈവിടുകയല്ല, പക്ഷേ റാഹേലിന്റെ കണ്ണുനീര് എനിക്ക് കാണാതിരിപ്പാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ആമേൻ ബെന്യാമീൻ കുലത്തിലേക്ക് സാവകാശം ആ രാജസിംഹാസനത്തിന്റെ അധികാരം കൈമാറുകയാ അല്ലേ? ശമൂവേലിന്റെ പുസ്തകം വായിക്കുമ്പോ കീശിന്റെ കുടുംബത്തിൽ നിന്ന് കീശാര ബെന്യാമീൻ കുടുംബക്കാരനാ, യഹൂദ കുലത്തിൽപ്പെട്ടവനല്ല. കൈമാറ്റം വന്നപ്പോ എങ്ങോട്ട് വന്നു? റാഹേലിന്റെ നിലവിളിയുടെ മറുപടിയായി അവളുടെ തലമുറയ്ക്ക് വേണ്ടി ആ വാഗ്ദത്തം വഴിമാറിയെങ്കിൽ ഇന്ന് പകലിനെ കേൾക്കുന്ന നിങ്ങളോട് ഒറ്റ വാക്ക് പറഞ്ഞ് നിർത്താൻ പോവുക. കണ്ണുനീരോടെ വിതച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊയ്ത്തുണ്ട് കുഞ്ഞുങ്ങളെ, ഒരു കൊയ്ത്ത് നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഇന്ന് നീ കരയുന്ന കരച്ചിൽ ആരും കണ്ടില്ലെന്ന് വരാ. നിന്റെ കൂടാരത്തിനകത്ത്, നിന്റെ ബെഡ്റൂമിനകത്ത്, നിന്റെ ഏകാന്തതയുടെ മണ്ഡലത്തില് നീ നിലവിളിക്കുന്ന നിലവിളിയില്ലേ? ആ നിലവിളിയുടെ നടുവില് ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. അതാ ദൈവദാസൻ ഓർപ്പിച്ചത്. ഇത്രയും ഒരു പദം പറയാനാ ഞാനും വന്നത്. ബെന്യാമീൻ കുലത്തിലേക്ക് ആ വാഗ്ദത്തം സാവകാശം മാറിയത് കൊണ്ടാണ് ആര് രാജാവായത്? ശൗൽ ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായത്. ശൗൽ ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായതിന്റെ പിന്നിൽ ഒരു ഒറ്റ ഘടകമേ ഉള്ളൂ. ആ തലമുറയുടെ കുലം ജനിച്ചു വീഴുന്നതിന് മുൻപ് ഒരു റാഹേലേകാന്തതയുടെ മണ്ഡലത്തിനകത്ത് ആമേൻ വേദനകൾ കടിച്ചമർത്തി കരഞ്ഞ കരച്ചിലാണെങ്കിൽ ഇന്ന് പകലിനെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു, നിന്റെ വേദനയുടെ ആഴത്തിലിരുന്നു കൊണ്ട്, നിന്റെ ഏകാന്തതയുടെ നടുവിലിരുന്നു കൊണ്ട് നിലവിളിക്കുന്ന നിലവിളികളൊന്നും നഷ്ടമല്ല. ചില നിലവിളിയുടെ മറുപടികൾ സ്വർഗം 2021 നൽകുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഞാൻ ഉറപ്പിച്ചു പറയുക, കണ്ണുനീരിന് മറികടന്നു പോകാത്ത ഒരു ദൈവമാ ഞാൻ വിശ്വസിക്കുന്ന ദൈവം, ഞാൻ പ്രസംഗിക്കുന്ന ദൈവം. എന്നെ കേൾക്കുന്ന നിങ്ങളോട് അതേ വാക്ക് ഞാൻ ഉരുവിട്ട് പറയുകയാണ്. നിങ്ങളുടെ കണ്ണുനീരിന് മറികടന്നു പോകാത്തൊരു ദൈവമുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഓലോലം കരഞ്ഞ കണ്ണുനീരുകൾക്ക്, ആഴമായി നിലവിളിച്ച നിലവിളികൾക്ക്, ആമേൻ ആരോടും പറയാതെ എന്തൊരാത്മാവിനകത്ത് ഒതുക്കി വെച്ചതുമായ വേദനയോറിയ വിഷയങ്ങളുടെ നടുവിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ദിനരാത്രങ്ങളുണ്ട്. അതിനായി കാതോർക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആ ദിവസത്തിനായി കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. ദൈവസന്നിധിയിൽ ആഴമായി ഈ കാലഘട്ടം പ്രാർത്ഥിക്കാം. നിശ്ചയമായിട്ടും അംബാസിഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിനെയും ഈ പ്രവർത്തന മേഖലകളിലെ എല്ലാ നിലകളിലും ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ. സമയം വളരെ കുറവാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു അവസരം തന്ന പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവസാന സമയം വരെ തുടരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലായി പോയതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹീതമായ ദൈവിക ചിന്തകൾ കർത്താവിന്റെ ദാസനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഈ പകലിൽ നമുക്ക് പകർന്നു നൽകുവാൻ ഇടയായി തീർന്നത് ഓർത്ത് അവൻ ഒരു പ്രാവശ്യം കൂടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം അർപ്പിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്വതം ഒരു കാര്യം ഞാൻ ഇങ്ങനെ പറയാം, 2020 നമുക്ക് പ്രതിസന്ധിയുടെ വർഷമായിരുന്നു. കർത്താവിന്റെ ദാസം ഓർപ്പിച്ച് നമ്മുടെയൊക്കെ പ്രതീക്ഷ 21 ആയാൽ, പക്ഷെ ഒരു കാര്യം ഓർത്തോണം, 2020 അല്പം കൂടെ കഠിനമായിരിക്കും അടുത്ത വർഷം എന്നുള്ളതാണ്
സ്വോത്രം. എന്നാൽ അതിന്റെ നടുവിൽ അവൻ ദൈവജനത്തിനൊരു പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. അവൻ ദൈവത്തിൽ കരയുന്ന ദൈവ കുഞ്ഞുങ്ങൾക്കൊരു വലിയ പ്രത്യാശയുടെ ഉള്ളിലുണ്ട്. അവർ ദിവസങ്ങളിൽ ആ പ്രത്യാശയോടെ അവൻ നമ്മുടെ ദിനങ്ങളെ നമുക്ക് മുമ്പോട്ട് നീക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവൻ നമ്മെ കളിപ്പിച്ച നല്ല വചനങ്ങൾക്കായി അവൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ദാസനെ ദൈവം ധാരാളമായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആത്മീയ ശുശ്രൂഷകളിൽ പിന്നെയും അനേകർക്ക് ആശ്വാസമായി തീരട്ടെ എന്ന് അവൻ ദൈവത്തിൽ ആഗ്രഹിക്കുന്നു. കർത്താവ് ദാസൻ പൂർണ്ണസമയം നമ്മോട് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ നമുക്ക് ഒരുമിച്ച് അവൻ സ്വതന്ത്രം ദൈവത്തിലായിരിക്കുവാൻ ഇടയായി തീരുമായിരുന്നെങ്കിലും അവൻ വളരെ തിരക്കുടെ നടുവിൽ വളരെ ബന്ധപ്പാട് ഓടിപ്പോകേണ്ട വിഷയമുള്ളത് കൊണ്ട് കർത്തദാസൻ നമ്മുടെ അനുവാദത്തോടെ താൻ കടന്നുപോയി. ആ ദൈവദാസനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും അവൻ ദൈവസന്നിധി നാം ഒരുമിച്ചായിരിക്കുമ്പോൾ അവൻ തുറന്നുള്ള സമയം ദൈവത്തിനെ ശുശ്രൂഷിക്കുന്നത് പ്രാരംഭത്തിൽ ഞാൻ ഒരു വാക്കിലൊന്ന് പരിചയപ്പെടുത്തിയല്ലോ. നമുക്കേറെ സുപരിതനായ അനുഗ്രഹീതനായ കർത്തദാസൻ പ്രിയ ബിനു സാറാണ്. സാറിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനും സാറും തമ്മിൽ ടെലിഫോണിൽ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ മുഖാമുഖം കാണുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. കർത്താവിന്റെ ദാസനെ കാണാൻ കഴിഞ്ഞത് ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. തുറന്നുള്ള സമയം ഞാൻ ഓർപ്പിച്ചതുപോലെ കർത്താവിന്റെ ദാസൻ മുൻപുള്ള ശുശ്രൂഷകൾ നയിക്കും. കർത്തദാസനെ ആദരവോടെ സ്നേഹത്തോടെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം പറയുന്നു. ഇന്ന് പകൽ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലിരിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന ഈ വാട്സപ്പ് കൂട്ടായ്മയുടെ ഈ യോഗം ലീഡ് ചെയ്യുന്ന ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷാജി മാത്യു, അതുപോലെ ഈ യോഗത്തിന് ഇങ്ങനെ ഒരു സംരംഭം ഒരുക്കിയ അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് വാട്സപ്പ് കൂട്ടായ്മയുടെ അഡ്മിന്മാരായിരിക്കുന്ന പാസ്റ്റർ അനീഷ് വല്ലന, അദ്ദേഹത്തിൻ്റെ കുടുംബം, അതുപോലെ പാസ്റ്റർ മനോജ് എബ്രഹാം, അദ്ദേഹത്തിൻ്റെ കുടുംബം, അതുപോലെ അനുഗ്രഹീതമായ ഗാനങ്ങൾ ഇവിടെ ആലപിച്ച കർത്താവിൻ്റെ ദാസൻ ഷിജിമോൻ, അതുപോലെ ജോയൽ, ഇന്ന് യോഗത്തിൽ പങ്കെടുക്കുന്ന പാസ്റ്റർ സുനിൽ ബാബു, അതുപോലെ പാസ്റ്റർ പ്രവീൺ, ഇന്ന് എനിക്ക് മുമ്പ് ദൈവത്തിൻ്റെ വചനം സംസാരിച്ച പാസ്റ്റർ കുറിയാക്കോസ്, അനുഗ്രഹീതായ മറ്റ് സഹോദരന്മാർ, എനിക്കെല്ലാവരെയും പരിചയം തോന്നുന്നില്ല. ഒത്തിരി സഹോദരിമാരെന്ന് യോഗത്തിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും ഇവിടെ ഞാൻ ദൈവത്തിന് മഹത്വം പറയുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസത്തിലിരിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. 1919 കാലങ്ങളിൽ നമ്മളുടെ ലോകത്തിലാകമാനമായിട്ട് പരന്ന ഒരു ഡിസീസുണ്ട്. ഞാനൊരു ചോദ്യം അതിന് മുമ്പ് ചോദിക്കുകയാണ്. ഈ ഡിസീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എന്തോ രോഗമെന്നാണ്. അപ്പം ഈസ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഈസ് ഫ്രീ എന്നാണ്. ഈസ് അതിൻ്റെ എതിരാണ് ഡിസ്ഈസ് എന്ന് പറയുന്നത്. അപ്പോൾ രോഗം എന്ന് പറയുമ്പോൾ ഡിസ്ഈസ് ആണ്. അപ്പോൾ ഫ്രീ അല്ല, അല്ലെങ്കിൽ കൂൾ കേവ് എന്ന് പറയുന്ന ഒരു സംഭവമാനല്ല. ഈസി എന്ന് പറയത്തില്ല, നമ്മൾ ഈസി. അപ്പോൾ അതാണ്. അപ്പം ഞാൻ പറഞ്ഞത് അതിനെതിരാണ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ലോകവ്യാപകമായ ഒരു പാൻഡമിക് സംവിധാനം 1919 ലോകത്തിലുണ്ടായിരുന്നു. സ്പാനിഷ് ഫ്ലൂ 4 എന്ന് പറയുന്ന സാധനം. 2 കോടി ജനങ്ങളാണ് മരിച്ചത്. ഇന്ന് 100 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 2019 നവംബർ മാസം 11-ാം തീയതിയാണ് കൊറോണ വൈറസ് എന്ന് പറയുന്ന COVID-19 എന്ന് പറയുന്ന സംഭവം ഉണ്ടായത്. ഇന്നും അത് ലോകത്തിൽ വലിയ താടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊക്കെ ദൈവത്തിന്റെ മഹത്വം കരയേറ്റേണ്ടത്. ഒത്തിരി പാസ്റ്റർമാർ ഇന്ന് മരിച്ചു, ഒത്തിരി ദൈവമക്കൾ മരിച്ചു. പക്ഷേ നമ്മളാരും ഭയങ്കര മിടുക്കന്മാരായതുകൊണ്ടല്ല അത് ബാധിക്കാതെ അനുവദിച്ച ദൈവത്തിന്റെ മഹത്വം, സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മരിച്ചവരെല്ലാം ഭയങ്കര ഭാവികളായിരുന്നു, നമ്മളെല്ലാം ഭയങ്കര പരിശുദ്ധന്മാരായിരുന്നു എന്നൊന്നുമല്ല പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഓരോ ഘട്ടത്തിലും ദൈവം നമുക്കിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ദൈവത്തിന് നന്ദി പറയാൻ കഴിയുന്നത്. ഇന്ന് ഞാൻ സമയം അധികം മുന്നോട്ടെടുക്കാതെ ഞാൻ ഒരു വേദഭാഗത്തേക്ക് ഒരു ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, അതിന്റെ 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെയും 4-ാമത്തെയും വാക്യങ്ങൾ, 2-ാമത്തെയും 3-ാമത്തെയും വാക്യങ്ങൾ ഒരാൾക്കൊന്ന് വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം.
ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ബൈബിൾ വായിക്കും. ഞാൻ ദൈവത്തിന്റെ മഹത്വം പറയുന്നു. ഞാൻ പറഞ്ഞത് ഈ വേദഭാഗം നിങ്ങൾക്ക് സുപരിചിതമാണ്. എനിക്ക് മുമ്പ് അനുഗീതം ഒരു സന്ദേശം കൂടെ പറഞ്ഞു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം എന്ന് പറയുന്നത് പൗലോസ് ജയിലിൽ കിടക്കുന്ന എഴുതിയ ലേഖനമാണ്. അദ്ദേഹത്തിന്റെ 2 കൈ 2 കാലും വലിച്ചു കെട്ടിയിരിക്കുകയാണ്. അതിന്റെ റോമ പൗരത്വം ഉപയോഗിച്ച് എനിക്ക് ഒന്ന് ഉണങ്ങുവാനും വേണ്ടി, മുട്ടുകുത്തുവാനും വേണ്ടി എന്റെ കയ്യിലെയും കാലിലെയും ചങ്ങലകളൊന്ന് അയച്ചു കെട്ടണമെന്ന് റോമ പൗരനിൽ അദ്ദേഹം അപേക്ഷിച്ചു. അങ്ങനെയാണ് ഞാൻ നിങ്ങളെ ഓർത്ത് ദൈവസനിൽ മുട്ടുകുന്നു എന്ന് പൗലോസ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം തരുതുവാനൊരു കാര്യം, തന്നെ ശുശ്രൂഷിക്കുവാനും വേണ്ടി ഫിലിപ്പിയ സഭയിലെ ഒരു സഹോദരൻ എപ്പഫ്രാത്തോസിനെ അദ്ദേഹത്തിനെ ഈ ജയിലിലേക്ക് അയച്ചു. അന്നത്തെ നിയമം അനുസരിച്ച് ഒരു റോമൻ പൗരന് വേണമെങ്കിൽ ജയിലിൽ തന്നെ ശുശ്രൂഷിക്കുവാനും വേണ്ടി ഒരുത്തന്നെ കൂടെ നിർത്താം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. റോമൻ പെടലി വെട്ടുവാനും വേണ്ടിയാണ് വിധി വന്നതെങ്കിൽ കൂടെ ശുശ്രൂഷിച്ചവന്റെ പെടലി വെട്ടു. അപ്പോൾ തന്റെ ജീവനെ പോലും നോക്കാതെ ദൈവത്തിന്റെ ദാസനായ പൗലോസിനെ ശുശ്രൂഷിച്ച ആ എപ്പഫ്രാത്തോസ് ദീനമായി കിടന്നു. ജീവനോടൽ തിരിച്ചു ലഭിച്ചവനെ മടക്കി എഫെസോസിലേക്ക് അയക്കുമ്പോൾ അവന്റെ കയ്യിൽ കൊടുത്തുവിട്ട കത്താണ് ഈ പറയുന്ന ഫിലിപ്പ് ലേഖനം എന്ന് പറയുന്നത്. ഇനി ഫിലിപ്പ് ലേഖനത്തിൽ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. 4-ാം അധ്യായത്തിൽ ഇപ്പോൾ 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വായിക്കുമെന്ന് വായിച്ചത് നിങ്ങൾ 3:1. എങ്ങനെ എവിടെ കിടന്ന് ഈസി ചെയറെ മലന്ന് കിടന്ന് AC ഓണാക്കി കിടക്കുമ്പോഴല്ല പറഞ്ഞത് താൻ കിടന്ന ജയിലറ ഇപ്പോഴും ഉണ്ട്. പറയുന്നു നിങ്ങൾ വീണ്ടും സന്തോഷിക്കണം. 4-ാം അധ്യായത്തിൽ വീണ്ടും പറയുന്നു റിജോയ്സ് ഇൻ ദി ലോർഡ് ആൻഡ് അഗൈൻ ഐ സേ റിജോയ്സ് ഇൻ ദി ലോർഡ്. അപ്പോൾ നിങ്ങൾ ദൈവത്തിൽ വീണ്ടും വീണ്ടും സന്തോഷിക്കണം. വളരെ ശ്രദ്ധിക്കണേ, നമ്മൾ എന്തിനാണ് സത്യം പറഞ്ഞ ദൈവത്തിന് സ്തോത്രം പറയേണ്ടത്, സ്തുതി പറയേണ്ടത്? എന്തിനാണ് സ്തോത്രം പറയേണ്ടത്? ആരാധിക്കേണ്ടത് എന്തിനാണ്? കാറ് കിട്ടിയനാ, ബൈക്ക് കിട്ടിയനാ, കല്യാണം നടന്നേനാ, വീട് കിട്ടിയനാ, എല്ലാവരെ കെട്ടിച്ചു വിടാൻ ഒത്തേനാ, നല്ല എഡ്യൂക്കേഷൻ കിട്ടിയനാ? എന്തിനാണ്? ഇതിനൊന്നുമല്ല. ഇത് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ സഭകൾ ആരാധന കുറയുന്നത്. കാര്യം ആ ആഴ്ച ഒന്നും കിട്ടിയില്ല. ആ ആഴ്ച ചെറിയൊരു, പഴയ കാലത്തൊക്കെ ഞാനൊരു പഴയ പെന്തക്കോസുകാരനാണ്. ഞാൻ 48 വർഷമായി പെന്തക്കോസിൽ വന്നിട്ട്. അപ്പൊ എനിക്ക് പ്രായമെന്നുള്ളതായിരിക്കും, കിളവനുമല്ല കുട്ടിയുമല്ല, ഇടപരിപത്തി പോകുന്നു. എന്റെ ദേഷ്യമൊന്നും കണ്ട് നിങ്ങൾക്കല്ല, ഞാൻ പടുകളവനെന്ന് ഓർക്കരുത്. എനിക്ക് കരിവാരി തേക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. തേക്കുന്നവരോട് എനിക്ക് ഒരു വിരോധവും ഇല്ല. നിങ്ങൾ തേച്ചോ, ചൊറിയുന്ന നിങ്ങളാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ സൗന്ദര്യവർദ്ധക സാധനമാണ് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ഈ തൊലിക്ക് ഏറ്റവും കുഴപ്പമുണ്ടാക്കുന്നത്. അപ്പൊ എനിക്കത് ചെയ്യുന്നവരോട് ഒരു വിരോധവും ഇല്ല, അത് അവരവരുടെ ഇഷ്ടമാണ്. അല്ലാതെ കിട്ടിയതും നമ്മുടെ പോക്കറ്റിൽ വീണതിന്റെ കനം നോക്കിയല്ല. എന്റെ ദൈവം ആര്? അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്, അവൻ സ്തുതിക്ക് യോഗ്യനാണ്, അവൻ മഹത്വത്തിന് യോഗ്യനാണ്, അവൻ വണക്കത്തിന് യോഗ്യനാണ് എന്ന ഓർത്താണ് ദൈവത്തിന് നന്ദി പറയേണ്ടത്. അവിടെ മാത്രമേ ആരാധനയുടെ സൗഷ്ഠവം വെളിപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുമ്പോൾ ഒന്നുമില്ലെങ്കിലും അതിന്റെ അകത്ത് സ്തോത്രം പറയുവാൻ കഴിയുന്നവനാണ് ദൈവത്തെ ആരാധിക്കേണ്ടവൻ. സ്തോത്രം. എനിക്ക് എല്ലിനൊരു 3 കുഴപ്പമുള്ള ആളാണ്. കലശലായ കുഴപ്പമുള്ള ആളാണ്. ഇപ്പോഴും എനിക്ക് വേദനയാണ്. തല മുതൽ പാദം വരെയും വേദനയാണ്. കാലിൻ്റെ അടിയൊക്കെ പഴുത്തേനോട്ടായിരിക്കുന്നത്. പഴുപ്പൊന്നുമില്ല, എനിക്ക് ഭയങ്കര വേദനയാണ്. ഇന്നലെയും ഞാൻ രാവിലെ മുതൽ ഡ്രൈവ് ചെയ്തിട്ട് രാത്രി 7 മണിയായപ്പോഴാണ് വീട്ടിൽ വന്നത്. അപ്പോൾ എനിക്കൊരു 2 പ്രത്യേകതയുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും എന്നെ ഒരാൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയി പ്രസംഗപീഠത്ത് നിർത്തിയാൽ മതി, അത് വേണേൽ രാത്രി വരെ പ്രസംഗിക്കും. ഒരാൾ ഈ പിടിച്ചുകൊണ്ട് പോയി കാറിന്റെ സീറ്റിൽ കൊണ്ടിരുത്തിയാൽ മതി, എത്ര കിലോമീറ്റർ ഓടിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ എന്നാന്നറിയാമോ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അപ്പൊ എല്ലാം ശുഭമായിട്ടല്ല നമ്മൾ ദൈവത്തിന് നന്ദി പറയേണ്ടത്. സ്തോത്രം എല്ലാം നിറഞ്ഞിരിക്കും, പിന്നെ സ്തോത്രം പറയുന്ന ബുദ്ധിമുട്ട്. പക്ഷേ നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണെന്നും ഇന്നലകൾ നടത്തിയെന്നും ഞാൻ നടത്തിയെന്നും ഒക്കെ നമ്മുടെ അകത്തുണ്ട്. എന്റെ ദൈവം വലിയവനാണെന്നുള്ള ചിന്ത ഉണ്ടാകുമ്പോൾ ദൈവത്തിന് നന്ദി പറയണം. അതുകൊണ്ട് ചെറിയൊരു പ്രശ്നം വരുമ്പം തലയും കുത്തി വീഴരുത്. ഒരു കാര്യം ഓർക്കണം, അന്നേരം ഇന്നലെയും മിനിഞ്ഞാന്നും നിങ്ങൾ പുറമോട്ടൊന്ന് ആലോചിക്കണം. കുറഞ്ഞ പക്ഷം മൂക്കിൽ കൂടി ജീവശ്വാസമെങ്കിലും ഓടുന്നുണ്ടല്ലോ, ചത്തില്ലല്ലോ, ശവപ്പെട്ടി കയറിയില്ലല്ലോ. അതിന് ദൈവത്തിന് എന്തും മാത്രം നന്ദി പറയണം. സ്തോത്രം.
അപ്പോൾ ദൈവമക്കൾ മനസ്സിലാക്കണേ, നിങ്ങൾ സന്തോഷിക്കണം. സന്തോഷിക്കണം എന്ന് പറഞ്ഞിട്ട് പൗലോസ് അടുത്ത പറയുന്ന അല്പം വ്യത്യസ്തമായ കാര്യമാണ്. ഈ 3-ാം അധ്യായം എന്ന് പറഞ്ഞാൽ തന്റെ ആത്മകഥാംശമുള്ള ഭാഗമാണ്. അവിടെയാണ് പൗലോസ് പറയുന്നത്, ഞാന് ബെന്യാമിൻ ഗോത്രക്കാരനാണ്. ഞാൻ എബ്രായൻ എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിന്റെ അകത്ത് എബ്രായ ഭാഷയാണ് സംസാരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടെ, ഞാൻ ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷ വിഭാഗത്തിലെ ആളാണ്. ശുഷ്കാതി സംബന്ധിച്ച് ഞാൻ സഭയെ ഉപദ്രവിച്ചവനാണ്. ക്വാളിഫിക്കേഷൻ ഒത്തിരി ഉണ്ട്. ഇതിന്റെ അകത്തൊന്നും കൂടാത്ത കുറെ ക്വാളിഫിക്കേഷൻ ഞാൻ പറയാം. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ 3 ബിരുദാനന്തരത്തിന് തുല്യമായ പഠനമുള്ളയാൾ, റെറ്റോറിക് അല്ലെങ്കിൽ പ്രസംഗ കല പഠിച്ചയാൾ, തർക്കശാസ്ത്രം പഠിച്ചയാൾ, അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ന്യായപ്രമാണ പണ്ഡിതനായി ഹില്ലേൽ ശിഷ്യനായി ഗമാലിയേൽ കാൽക്കലിരുന്ന് ന്യായപ്രമാണം കൂലങ്കക്ഷമ പഠിച്ചയാൾ, അന്നത്തെ കാലത്ത് 9 കോടിയുടെ സ്വത്തുള്ള മനുഷ്യൻ. 2000 വർഷം ഇൻട്രസ്റ്റോട് കൂട്ടിച്ചാൽ മതി. ഒരു കപ്പൽ കമ്പനിയുടെ ഉടമ, ഒരു മൊത്ത വ്യാപാരിയുടെ മകൻ, ജന്മന റോമാപൗരത്ത് കിട്ടിയ മനുഷ്യൻ, 3 ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുന്ന അറിയാവുന്ന സ്തോത്രം. റോമിൽ നിന്ന് വന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന പ്രസിദ്ധന്മാരായ തർസോസിലെ സർവകലാശാലയിലെ പ്രൊഫസർമാരുടെ കീഴിൽ പഠനം നടത്തിയാൽ ഫിലോസഫർ. പക്ഷേ അദ്ദേഹമാണ് ഭ്രാന്തന്റെ കൂട്ട് യേശുവിന്റെ വചനമനുസരിച്ച് പോയത്. ഞാനൊരു കാര്യം കൂടെ പറയാം, വിദ്യാഭ്യാസം കൂടുന്നത് യേശുവിനോട് ടാറ്റ പറയാനല്ല. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. എന്റെ ജീവിതത്തിന്റെ നല്ല ശതമാനവും പഠിക്കാൻ ഉപയോഗിച്ച ആളാണ്. ഇപ്പൊ ഒരു 2-3 വർഷങ്ങൾ പഠിത്തം നിർത്തിയിട്ട് ഇപ്പോഴും മനസ്സിൽ ഒരു 4 ഡിഗ്രി കിടപ്പുണ്ട്, 2 MPhil 2 PhD കൂടെ കിടപ്പുണ്ട്. എന്റെ കുറെ വിദ്യാർത്ഥികൾ ഇവിടെ ഇരിപ്പുണ്ട്, പാസ്റ്റർമാർ. 6 യൂണിവേഴ്സിറ്റി പഠിച്ച ആളാണ് ഞാൻ. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ് ഇന്ന് ഞാൻ പ്രസംഗിച്ചിട്ട് അവസാനിപ്പിക്കുമ്പോൾ എന്നോട് ദൈവാലോചന പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറുള്ളയാളാണ്. പിടികിട്ടിയില്ല. ഇത് യൂണിവേഴ്സിറ്റി ഡിഗ്രി എന്ന് വരുന്നതല്ല. ഇത് യൂണിവേഴ്സിറ്റി രജിസ്ട്രാറിന്റെ ഒപ്പിൽ നിന്ന് വരുന്നതല്ല. ഇത് ദൈവത്തിന്റെ കൃപയാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തിരിച്ചറിയണം, നിന്റെ വിദ്യാഭ്യാസത്തിന്റെ ഉയർച്ച കാണുമ്പോൾ 2 അക്ഷരം കൂട്ടി വായിക്കാൻ കണ്ടു കഴിയുമ്പോൾ ഇതാണോ ഭൂലോകമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. വാലുപോലെ ബിരുദമുള്ള ആളാണ് ഞാനൊരു സെമിനാരിന്റെ പ്രിൻസിപ്പലാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞു വന്ന ഭാഗം ഇതൊക്കെ ഉണ്ടെങ്കിലും ആരാധിക്കാതിരിക്കും ഇതൊന്നും വിഷയമല്ല. അവിടെ ഡോക്ടറേറ്റും വിഷയമല്ല, അവിടെ എന്ന അക്ഷരവും വിഷയമല്ല, അവിടെ കാറും വിഷയമല്ല, മുണ്ടും വിഷയമല്ല, പാൻസും വിഷയമല്ല, ഇതൊന്നും വിഷയമല്ല. എന്റെ കർത്താവിന് നന്ദി പറയുകയും ഈ ഒരു ബോധ്യം നമ്മുടെ അകത്ത് നന്നായിട്ട് നിറയണം. സ്തോത്രം. ഇത്രയൊക്കെയായ പൗലോസ് 100 കണക്കിന് സഭകളാണ് പൗലോസ് സ്ഥാപിച്ചിരിക്കുന്നത്. സംശയമുള്ളവർ ശ്രദ്ധിച്ചാൽ മതി. ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുന്ന അദ്ദേഹം പറഞ്ഞത് 2-ാമത്തെ വാക്യത്തിൽ ഗലാത്യയിലുള്ള സഭകൾക്കെന്നാണ്, ദ ചർച്ച് ഇൻ ദ ഗലേഷ്യൻ പ്രോവിൻസ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇനിയും കൊരിന്തിലുള്ള സഭയുള്ള അറിയാമല്ലോ. പക്ഷേ മറ്റൊരു സഭയും കൂടെ അവിടെ ഉണ്ട്. അത് അവിടെ എഴുതിയിരിക്കുന്നത് റോമാലേഖനം 16-ാം അധ്യായത്തിലാണ്. കെങ്ക്രയ സഭയിലെ ശുശ്രൂഷയക്കാരി ഫേബ. കെങ്ക്രയ ലേബം എന്ന് പറഞ്ഞ കൊരിന്തിലെ 2 തുറമുഖങ്ങളാണ്. അപ്പം കൊരിന്ത് ടൗണിൽ ഒരെണ്ണമുണ്ട്, അവിടെ തുറമുഖത്തൊരെണ്ണമുണ്ട്. വീട്ടുസഭകളാണ് പൗലോസ് സ്ഥാപിച്ചത്. സ്തോത്രം. ഭ്രാന്തന്റെ കൂട്ടോടിയുടെ സുവിശേഷം പറഞ്ഞ ആളാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ആ പൗലോസാ പറഞ്ഞത്, ഇതിന് താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഞാൻ ഒന്നും പിടിച്ചുവെന്ന് വിചാരിക്കുന്നില്ല. എന്തെങ്കിലും പിടിക്കാവുന്ന ക്രിസ്തുയേശുവിന്റെ പരമൂട ലാക്കിലേക്ക് ഞാൻ വിരുദ്ധനായിട്ട് ഓടുക മാത്രമാണ്. അതുകൊണ്ട് 10,000 പേര് യേശുവിനെ വേണ്ടി നേടിയാലും 1,00,000 പേര് യേശുവിനെ നേടിയ കർത്താവേ, എനിക്ക് അടുത്തൊരു ചാൻസ് കൂടെ തരണമേ എന്ന് നിലവിളിച്ച് ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കണം. മനസ്സിലായവർക്ക് ദൈവത്തിന്റെ മഹത്വം പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഒരു കാര്യം തിരിച്ചറിയുക, സ്തോത്രം, നമ്മള് ഈ ഒരു സംവിധാനത്തിൽ വിളിച്ചിരുന്ന ദൈവത്തിന്റെ മഹത്വം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാം. നിങ്ങളുടെ പേരിന്റെ അറ്റത്ത് ഇവാഞ്ചലിസ്റ്റ് എന്നോ റവറൻഡ് എന്നോ പാസ്റ്റർ എന്നോ മിഷണറി എന്നോ ഡോക്ടർ എന്നോ ഇതൊന്നും കാണില്ല. പക്ഷേ ഇതൊന്നും വേണ്ട കർത്താവിനെ കുറിച്ച് പറയാൻ. ഒരു സ്തോത്രം പറഞ്ഞേ. ഇതൊന്നും അല്ല വിഷയം. പക്ഷേ ഇതെല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ കർത്താവിന്റെ അല്ലേ പിന്നെ എന്നെ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ വല്ല മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് കർത്താവിനെ കുറിച്ച് പറയാൻ ഇതൊന്നും വിഷയമല്ല. സ്തോത്രം. കർത്താവിനെ കുറിച്ച് ആവേശത്തോടെ പറയുവാൻ കഴിയണം. പുത്തൻകുരിശ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, എറണാകുളത്തിനടുത്ത് പുത്തൻകുരിശിൽ എനിക്കറിയാവുന്ന ഒരു ജോർജ് മരിച്ചു 52-ാം വയസ്സിൽ. ഒരു 2 വർഷം മുമ്പ് എന്റെ സുഹൃത്തായിരുന്നു. ഒരു കോൺട്രാക്ടറാണ്. റോഡും ഒക്കെ പിടിച്ച് കോൺട്രാക്ട് ചെയ്യുന്ന ഇച്ചിരി വലിയൊരു കോൺട്രാക്ടർ.
അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അറിയത്തില്ല, നല്ല കട്ട ഒരു മീശ, ഒരു സഭയിലെ വിശ്വാസിയാണ്, അവിടെ പുത്തൻകുരിശ് IPCയിലെ വിശ്വാസിയായിരുന്നു. പക്ഷേ ഒരുത്തിനെ കിട്ടി അവനെ കൊണ്ടേ പോകുള്ളൂ. പുള്ളിയുടെ പരിപാടി റോഡെല്ലാം കോൺട്രാക്ട് പിടിച്ചിട്ട് പുള്ളി ചെയ്യാൻ വേണ്ടി ആളുകളെല്ലാം ആക്കിയിട്ട് പുള്ളി ട്രാക്റ്റും കൊണ്ടാണ് പോകുന്നത്. അടുത്ത വീടുകൾക്ക് ഇങ്ങനെ നൂറുകണക്കിന് ആൾക്കാരെയാണ് ലക്ഷ്യയിലേക്ക് നയിച്ചിട്ടുള്ളത്. അതിന്റെ ശവത്തിന് മുന്നിൽ വെച്ച് ഞാൻ പ്രസംഗിച്ചൊരു കാര്യമുണ്ട്. ഞാൻ നിൽക്കുന്നത് റവറൻഡെന്നോ ഡോക്ടറെന്നോ ഇവാഞ്ചലിസ്റ്റെന്നോ മിഷണറി എന്നൊന്നും പേരിന്റെ അറ്റത്തില്ലാത്ത, എന്നാൽ സുവിശേഷത്തിൽ ഒരു മുന്നണി പോരാളിയായിരുന്ന നൂറുകണക്കിന് ആൾക്കാരെ കർത്താവിനോട് നേടിയ ഒരു ദൈവദാസന്റെ മൃതദേഹത്തിന് മുന്നിൽ ഞാൻ നിൽക്കുന്നത് എനിക്കറിയാം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് എന്റെ പേരിന്റെ അറ്റത്ത് തിന്നുതല്ലെന്നോർത്ത് ആരും ഖേദിക്കണ്ട. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം ശക്തിയോടെ പറഞ്ഞാട്ടെ. ലോകത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ പെന്തക്കോസ് സഭ ഏതാണ്? അല്ല, ഏത് പ്രസ്ഥാനമല്ല, ഏത് സഭയാണ്? ലോക്കൽ ചർച്ച്. സൗത്ത് കൊറിയയിലെ സിയോളിലുള്ള ഒഡിയോൺ ചർച്ച്. 8 ലക്ഷം പേരാണ് അവിടുത്തെ വിശ്വാസികൾ. ഡോക്ടർ ഡേവിഡ് യോങ്ങിച്ചോയാണ് അദ്ദേഹം പാസ്റ്റർ. പക്ഷേ അദ്ദേഹത്തെ കർത്താവിനോട് നേടിയത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി. പിടികിട്ടിയില്ല. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇത്രയും പേരുടെ പാസ്റ്ററായിട്ട് ഇപ്പോൾ ഇരിക്കുന്ന ഡോക്ടർ ഡേവിഡ് യോങ്ങിച്ചോവിനെ കർത്താവിനോട് നേടിയത്. മനസ്സിലായവർക്ക് ദൈവത്തിന്റെ മഹത്വം പറഞ്ഞാട്ടെ, ഒരു സ്തോത്ര ശക്തിയോടെ പറഞ്ഞാട്ടെ. ഇവിടെ ഇരിക്കുന്ന സ്തോത്ര സഹോദരിമാരുടെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞാനിങ്ങനെ സഞ്ചാരിയാണ്, പ്രസംഗകനാണ്. ചെല്ലുന്നിടത്തൊക്കെ സാറിന് എന്നാ വേണം? ചൂട് വേണോ, തണുപ്പ് വേണോ, ചപ്പാത്തി വേണോ, ഇറച്ചി വേണോ, ചോറ് വേണോ, ആ കറി ഇങ്ങനെ വേണോ? ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി ആരും മെനക്കെടണ്ട, എന്ത് സാധനം ഞാൻ കഴിക്കും. ഒരു സാധനം എനിക്ക് പിടിക്കാത്തതുകൊണ്ട് അത് കഴിക്കത്തില്ലെന്നേ ഉള്ളൂ. എന്ത് സാധനം ഞാൻ കഴിക്കും, എനിക്ക് വേണ്ടി നിങ്ങൾ ആരും ബുദ്ധിമുട്ടണ്ട. എന്നിട്ടും വളരെ ആദരവോടെ ഉണക്കി തന്ന സഹോദരിമാരും അമ്മച്ചിമാരും ഉണ്ട്. പക്ഷെ അവരെ ആരും സ്റ്റേജിൽ കണ്ടിട്ടില്ല. പക്ഷെ അവർ തന്ന ആഹാരത്തിന്റെ ചൂടുള്ള ബലം കൊണ്ടാണ് ഞാൻ ആ സ്റ്റേജിൽ നിന്നത്. ഒരാളെങ്കിലും യേശുവിനെ സ്വീകരിച്ചാൽ പ്രതിഫലം വീതിക്കുന്ന നാളിൽ അവർക്കും പ്രതിഫലമുണ്ട്. സ്തോത്രം. മനസ്സിലായെങ്കിൽ ദൈവത്തിന്റെ മഹത്വം പറഞ്ഞാട്ടെ. ഞാൻ ഇവിടെ പറയാം, ഈ ഹോൾ നിങ്ങളും തൂത്താൽ പാസ്റ്റർ അനീഷ് വലനിക്ക് വേണ്ടിയല്ല തൂക്കുന്നത്, ബേതേൽ ഗോസ്പൽ അസംബ്ലിക്ക് വേണ്ടിയല്ല നിങ്ങൾ ചെയ്യുന്നത്, ഡോക്ടർ ജോയ് പ്യൂമിന് വേണ്ടിയല്ല ചെയ്യുന്നത്, നിങ്ങൾ ചെയ്യുന്ന കർത്താവിന് വേണ്ടിയാണ്. IPCക്കും ഷാരോണും ചർച്ചകോടിന് വേണ്ടി ഒന്നുമല്ല നിങ്ങൾ ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ കർത്താവിന് വേണ്ടിയ. സ്തോത്രം. അതുകൊണ്ട് ഇവിടെ ആരും ഒരു പ്രതിഫലവും തരത്തില്ല, ഒരു ശമ്പളവും തരത്തില്ല. പക്ഷെ നിനക്ക് പ്രതിഫലം വിധിക്കുന്ന നാളിൽ നിനക്ക് ഒരു പങ്കുണ്ടെന്നറിയണം. അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ അകത്താണ് നിയോഗം ഉണ്ടാകേണ്ടത്, പുറത്തല്ല. അകത്താണ് നിയോഗം ഉണ്ടാകുന്നത്. അതുണ്ടായാലേ വിജയിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രാത്രിയെ പകലാക്കി പഠിച്ചവനാണ് ഞാൻ. അതൊന്നും ആരും അറിഞ്ഞിട്ടില്ല, എനിക്കറിയണമെന്നൊരു നിർബന്ധവും ഇല്ല. പക്ഷേ ഇനി ഞാൻ ഡോക്ടറേറ്റിന്റെ തെസീസ് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ മാസങ്ങൾ ഞാൻ ഉറങ്ങിയിട്ടില്ല. കൂടി വന്ന ഒരു ദിവസം 1 മണിക്കൂറാണ് ഉറങ്ങുന്നത്. ഇപ്പോൾ ഞാൻ എത്ര ദിവസം മണി ഉറങ്ങാതിരിക്കാം, എത്ര ദിവസം മണി ഒരുമിച്ച് ഉറങ്ങാതിരിക്കാം. ഞാൻ ഉറങ്ങി തുടങ്ങിയ ഉറങ്ങാവുന്ന. അപ്പൊ ഞാൻ പറഞ്ഞത്, അത് ലോകത്തിൽ ആരും അറിഞ്ഞില്ല. പക്ഷെ എൻ്റെ പേരിൻ്റെ മുമ്പിൽ 2 അക്ഷരം വന്നപ്പോൾ എല്ലാവരും അറിഞ്ഞു. ഞാനൊരു കാര്യം കൂടെ പറയാം. ഞാനൊരു കാര്യം മനസ്സിലാകാൻ വേണ്ടിയാണ് പറഞ്ഞത്, എന്നെ പുകഴ്ത്താനൊന്നും പറഞ്ഞതല്ല, ഒരു കാര്യം മനസ്സിലാകാനാണ് പറഞ്ഞത്. നിങ്ങൾ ചെയ്യുന്ന ഒന്നും ആരും അറിയണമെന്നില്ല. പക്ഷേ അത് ദൈവത്തിന്റെ ഹിതത്തിൽ വെളി വരുത്താൻ ദൈവം കണ്ടൊരു സമയമുണ്ട്. സ്തോത്രം. നിന്നെ കൊള്ളത്തില്ലെന്നും നീ ഭോഷിയാണെന്നും പൊട്ടനാണെന്നും ഏഭനാണെന്നും മണ്ടിയാണെന്നും വിവരദോഷിയാണെന്നും ഒക്കെ പറയാൻ ആയിരങ്ങൾ ഉണ്ടാകും. പക്ഷേ സ്തോത്രം, അകത്ത് ദർശനം കിട്ടിയവനൊന്നും വിഷയമല്ല. അവൻ പറയണ്ടോ പറയട്ടാ, എനിക്ക് ചെയ്യാനുള്ള ഞാൻ ചെയ്യുകയാണ്. സ്തോത്രം പറഞ്ഞാട്ടെ, ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവദാസന്മാരോടും ദൈവമക്കളോടും ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് സ്വതസിദ്ധമായ ശൈലി ദൈവം തന്നിട്ടുണ്ട്, അതിൽ തന്നെ തുടരുക. അബദ്ധം വല്ലതുകൊണ്ടേ മാറ്റി വെച്ചാൽ മതി. മനസ്സിലാകാൻ വേണ്ടി പറയാം. എൻ്റെ ഒരു സുഹൃത്ത്, പേര് പറയത്തില്ലൊരു നല്ലൊരു ദൈവദാസൻ, പ്രവാചകനൊക്കെ നല്ല ദൈവദാസൻ.
അദ്ദേഹം ഇങ്ങനെ ഈ പോക്കറ്റ് കൈയിടുമായിരുന്നു പ്രസംഗിക്കുമ്പോൾ, ഇങ്ങനെ പോക്കറ്റ് കിട്ടാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ കീച്ചേനെ വല്ല ഇങ്ങനെ കുലുക്കലി, ചിലർ പൈസ കണി കുലുക്കും. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ അത് ചെയ്യല്ലേ. ഓ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു ദിവസം പെൻഡോർച്ചിട്ടുണ്ടാ പുള്ളി പോയത്. ഈ പോക്കറ്റ് കെട്ടി ഈ പ്രസംഗത്തിന്റെ മോചിൽ ഇതിങ്ങനെ കാണിച്ചു, അതിന്റെ നോവയെ പിടിച്ച് തള്ളി വെട്ടം വന്നു. അപ്പോൾ പുള്ളിക്ക് കാണാമോ ആൾക്കാരൊക്കെ പാസ്റ്ററുടെ മാൻസിന്റെ അവിടെ വെട്ടം പോകും. അന്ന് പുള്ളി പോക്കറ്റ് കെട്ടിൽ നിർത്തി. അതാ പറഞ്ഞത്, കുഴപ്പം വല്ലതും ഉണ്ടേ മാറ്റിക്കോണം, അല്ലെങ്കിൽ നിങ്ങളുടെ ശൈലി തന്നെ തുടരുക. സ്തോത്രം. കാര്യം എന്നാ, ദർശനം തന്നത് ദൈവമാണ്, വിളിച്ചത് ദൈവമാണ്. IPC അല്ല വിളിച്ചത്, ചർച്ച് ഓഫ് ഗോഡ് വല്ല വിളിച്ചത്, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് വല്ല വിളിച്ചത്, ബേഥേൽ ഗോസ്പൽ അസംബ്ലി വല്ല വിളിച്ചത്, അസംബ്ലീസ് ഓഫ് ഗോഡ് വല്ല വിളിച്ചത്, ന്യൂ ഇന്ത്യ പബ്ലിക് ചർച്ച് വല്ല വിളിച്ചത്, ഇതൊന്നും അല്ല വിളിച്ചത്. കർത്താവ് എന്നെ വിളിച്ചത് എനിക്ക് നല്ല ചങ്കുറപ്പുള്ള പുള്ളിയാണ്. അതുകൊണ്ട് ദൈവമക്കൾ മനസ്സിലാക്കണം, സ്തോത്രം, നീ പ്രസ്ഥാനത്തിന്റെ ആളാവരുത്, പക്ഷെ അവരോട് കൂറു പുലർത്തണം. ഉണ്ടയോർന്ന് നന്ദി വേണം. പക്ഷേ നിങ്ങൾ ദാസനായിരിക്കുന്ന കർത്താവിന്റെയാണ്. സ്തോത്രം. ഞാൻ വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പം ഒരു കാര്യത്തിന് കാശ് അടയ്ക്കാൻ നിൽക്കുക. അപ്പൊ ഇങ്ങനെ വർത്താനായി കാര്യം, ഒത്തിരി പേരുണ്ട് അവിടെ. ഞാൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ കാശ് അടയ്ക്കാൻ ഒത്തിരി പേരുണ്ട്. ഇങ്ങനെ നിൽക്കുക. എന്ത് ചെയ്താൽ മുന്നിലത്തെ ആൾ മാറുന്നില്ല. അപ്പം ഒരാൾ ഇങ്ങനെ വർത്താനം പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, അന്ന് പാസ്റ്റർ TS എബ്രഹാമാണ് IPCയുടെ ജനറൽ പ്രസിഡന്റ്. എന്നോട് ചോദിച്ചു, നിങ്ങളുടെ നേതാവ് പാസ്റ്റർ TS എബ്രഹാം അല്ലേ? ഞാൻ പറഞ്ഞ അല്ലാന്ന് പറഞ്ഞു. അപ്പൊ മുന്നൊരു IPCക്കാരൻ ഇപ്പം ഉള്ളി, അതെന്നാ സാർ അങ്ങനെ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, എന്റെ നേതാവ് പാസ്റ്റർ TS എബ്രഹാം അല്ലെന്നാ പറഞ്ഞത്. പിന്നാരാ? ഞാൻ പറഞ്ഞു, അദ്ദേഹം IPCയുടെ ജനറൽ പ്രസിഡന്റ് ആണ്, ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത്, പക്ഷെ എന്റെ നേതാവ് യേശുവാ. ഒരു സ്തോത്രം പറഞ്ഞേ, ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ട് അവന് ഉണ്ടയോറിന് നന്ദി വേണം, പക്ഷേ കീഴ്പ്പെടുന്നത് എന്റെ കർത്താവിനാണ്. ആ ഉറപ്പ് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ശവക്കോട്ടെ നിന്നെ കൊണ്ടിട്ടാലും, സ്തോത്രം, നിന്റെ രോമത്തെ തൊടാൻ ദൈവമരിക്കാതെ ഒരുത്തം തൊടുകയില്ല. സ്തോത്രം. അപ്പൊ ഈ ഉറപ്പ് നമ്മുടെ അകത്ത് നന്നായിട്ടുണ്ടാകണം. സ്തോത്രം. സമയം ഒത്തിരി മുൻപോട്ട് പോകുന്നല്ലോ. ഞാൻ വായിച്ച വേദഭാഗത്തേക്ക് ഒന്ന് വരാം. അവിടെ 2ാമത്തെ വാക്യത്തിൽ നിങ്ങൾ വായിച്ച് ശ്രദ്ധിച്ചു കാണും. ഫിലിപ്പ് ലേഖനത്തിൽ നായ്ക്കളെ സൂക്ഷിപ്പിൻ. പൗലോസ് ഇത്രയും പന്ന വാക്കുകൾ ഉപയോഗിക്കാമോ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നാം. ഇതിലും നന്നായിട്ടൊന്നും പറയാൻ വേറെ ഇല്ല. അതുകൊണ്ടാണ് നായ്ക്കളെ എന്ന നായുടെ പ്രത്യേകത. ഛർദ്ദിച്ചിട്ട് അത് തന്നെ ഭക്ഷിക്കും. ഇതാണ് നായുടെ സ്വഭാവം. പണ്ട് ഉപേക്ഷിച്ചത് പലതും തിരിച്ചെടുത്തോണ്ടിരിക്കുക പെന്തക്കോസുകാര്. ഇങ്ങനെ എടുക്കുകയല്ല, പെതുക്കെ 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 പിടിച്ചില്ല. 4 കൂട്ടി മുറുക്കുന്നില്ല. ഇപ്പൊ 4 കൂടി ഒരുമിച്ച് മുറുക്കത്തില്ല. ആദ്യം പോലെ തന്നെ വായിലിട്ട് നോക്കും. അതേ ഓശാന പാടാൻ പാസ്റ്റർമാരും ഉണ്ട്. അച്ഛാ നല്ല അച്ഛാ പോലെയുടെ ഞെട്ട് പല്ലിനിടെ വെക്കുന്ന പല്ലുവേദന പോകാൻ നല്ലതാണ്. ഇവരെ എന്നാ പറയണ്ട, എന്നാ പറയണ്ട. ചുമ്മാ പറഞ്ഞല്ല, ഇഷ്ടം പോലുണ്ട്. ദീപസ്തംഭം മഹാചിരി നമുക്കും കിട്ടണ പണം. പണ്ട് കവിവചനം ഇതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങൾ മനസ്സിലാക്കണം. സ്തോത്രം. ഛർദ്ദിച്ച് തിരിച്ചിങ്ങോട്ട് എടുത്തോണ്ടിരിക്കുക. ഒരാമൻ പറഞ്ഞേ, മീശ ആലിനെ മൂത്തിട്ടങ്ങ് വടിച്ചു. പിന്നെ നോക്കിയപ്പോൾ പലർക്കും ഉണ്ട്. പിന്നെ നൂലുമീശയായി, പിന്നെ പഴുതാരയായി, പിന്നെ തൊപ്പിമീശയായി, പിന്നെ ചുണ്ടമ്പള്ളം മീശയായി, പിന്നെ കട്ടിമീശയായി, പിന്നെ കൊമ്പം മീശയായി. ഞാൻ പറഞ്ഞാലും മീശ വെച്ചാലൊന്നും നരകത്തിലൊന്നും പോകത്തില്ല. ഒരു സ്തോത്രം പറഞ്ഞേ. അകത്ത് മീശയില്ലാതിരുന്നിച്ചാൽ മതി. പുറത്തുള്ളവനെ എങ്ങനെ സഹിക്കാം, അകത്തുള്ളവനെ സഹിക്കാൻ വയ്യാത്ത. ഞാൻ പറഞ്ഞ വല്ലതും പിടികിട്ടിയോ? മട്ടും ഭാവവും കണ്ടാൽ നമ്മൾക്ക് പച്ചവെള്ളം ചവച്ച് കുടിക്കുകയാണ്. പക്ഷെ അടുക്കണം. മനസ്സിലാവുന്നുണ്ടേ? പെന്തക്കോസുകാരുന്ന് ചവിട്ടി പുറത്താക്കി പടിയടിച്ച് പിണ്ണം വെച്ച പലതും ഒരു ഉളുപ്പുമില്ലാതെ, ഒരു നാണവുമില്ലാതെ തിരിച്ചെടുത്തോണ്ടിരിക്കുക. ഒരു സ്തോത്രം പറഞ്ഞേ, ഒരു സ്തോത്രം പറഞ്ഞേ. എല്ലാം ഇങ്ങ് പോക്കെ മക്കളിങ്ങ് പോരാന്നാ പറഞ്ഞു, ഇങ്ങോട്ട് പോരാന്നാ പറ. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാ പിന്നെ ഈ കോലം കെട്ടുന്ന കാര്യം വല്ലതും ഉണ്ടായിരുന്നോ? ഒരു സ്തോത്രം പറഞ്ഞേ. ആരാണ്ട് പറഞ്ഞോ ഓർത്തഡോക്സ് ഇങ്ങോട്ട് പോരാൻ, കത്തോലിക്ക ഇങ്ങോട്ട് പോരാൻ പറഞ്ഞോ, ഹിന്ദു ഇങ്ങോട്ട് പോരാൻ പറഞ്ഞോ? രമിച്ച് കളിച്ചൊക്കെ പോകല്ലായിരുന്നോ? എന്തോന്നിനാ നീ കുരിച്ചെടുത്ത് തോളെ വെച്ചത്? സ്തോത്രം. എന്റെ ഭാഷയിൽ ഒക്കത്തില്ലെങ്കിൽ അവസാനത്തെ സല്യൂട്ട് പറഞ്ഞു പോകുക. നിൽക്കുന്നവനെയും കൂടെ നാണം കെടുത്തരുത്. ഞാൻ ചിലരോട് പറഞ്ഞു, ഇവിടെ നിങ്ങളെ എന്നെ കുട്ടിയടിച്ച് കെട്ടിയിട്ടുണ്ടോ? ബന്ധുക്കോസിലാരണ്ടേ ഇവിടെ കേട്ടിട്ടുണ്ടോ? പോകേണ്ടവനൊക്കെ പോകാമെന്ന്.
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണേ, നീ ദൈവസഭയെ അവമാനിക്കരുത്. നീ പോയാ നീ അങ്ങ് പോയെന്നേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ അകത്ത് നിന്ന് കളിപ്പിക്കരുത്. ഇതിന്റെ അകത്ത് നിന്ന് ദൈവദാസന്മാരെ കളിപ്പിക്കരുത്. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ കളിപ്പിക്കരുത്. വിടത്തില്ല ദൈവം. അതുകൊണ്ട് സ്തോത്രം, നായ്ക്കളുടെ സ്വഭാവം സ്തോത്രം ദൈവസഭയ്ക്കകത്ത് നന്നായിട്ട് വരിക. ഇന്ത്യ ചൈന ഭായി ഭായി എന്ന് പറഞ്ഞിട്ടാണ് പണ്ട് 1962 പറഞ്ഞതുകൊണ്ടാണ് അതുപോലെയായി. സ്തോത്രം, ഇപ്പം സ്തോത്രം പലതിന്റെയും തോളെ കേട്ട് നമ്മൾ അളിയന്മാരാതാ പറയുന്നത്. എല്ലാ അളിയനാണ്, മനസ്സിലായി? അപ്പോൾ ഇങ്ങനത്തെ ഈ ബന്ധം കൂടേണ്ടാത്തടത്ത് കൂടുന്ന, പണ്ട് നോ പറഞ്ഞത് വെട്ടിത്തിരുത്തി ഏസാക്കിയ പരിപാടി ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് കർത്താവിനോട് ക്ഷമ ചോദിക്കണം. സ്തോത്രം പറഞ്ഞേ. ഞാൻ ഈ ഹോളിന്റെ വെളിയിലുള്ളവരോടല്ല പ്രസംഗിക്കുന്നത്, ഹോളിന്റെ അകത്തുള്ളവരോട് ഇന്ന് പ്രസംഗിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണ സ്തോത്രം, നമ്മൾക്ക് ഉചിതമല്ലാത്തത് നമ്മുടെ ജീവിതത്തിലൊക്കെ പറ്റിയിട്ടുണ്ട്. ആരോടും വിളിച്ചു പറഞ്ഞ് നോട്ടീസ് അടിക്കണ്ട. ഒറ്റ കാര്യം, കർത്താവിന്റെ കാലേ വേണ്ട. കർത്താവെ തെറ്റിപ്പോയി, പറ്റിപ്പോയി, അന്നേരത്തെ ധൃതിക്കോ അങ്ങനെ ചെയ്തു പോയതാ, എന്നോട് പൊറുക്കണമെന്ന് നിലവിളിച്ച് കരഞ്ഞാൽ കർത്താവ് നമ്മളോട് കരുണ കാണിക്കുന്ന ദൈവമാ. സ്തോത്രം. അപ്പൊ സ്തോത്രം, ഉപദേശങ്ങൾ ഇങ്ങനെ പരന്ന് പോകുക. സ്തോത്രം, അങ്ങനെ പരന്നു പോകുമ്പോൾ സ്തോത്രം, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. പലവരും പലതിനു വേണ്ടി പലതങ്ങ് സഹിക്കുക. ഡോക്ടർ KP യോഹന്നാന്റെ ജ്യേഷ്ഠൻ ബേബിച്ചായന്റെ മകളെ വിവാഹം ആലോചിച്ച് അന്ന് ബാച്ചലർ ഓഫ് ഡിവിനിറ്റി കഴിഞ്ഞ ഒരാൾ കല്യാണം ആലോചിച്ചിരുന്നു. പെന്തക്കോസ്തുകാരൻ, കട്ട മീശ മാത്രമുള്ള ശമുവേൽ മാത്യു. അപ്പോൾ ബേബിച്ചാൻ നല്ല പെന്തക്കോസ്തുകാരനാണ്, പാപ്പച്ചാനും നല്ല പെന്തക്കോസ്തുകാരായിരുന്നു. ഉടനെ ബേബിച്ചാൻ പറഞ്ഞു, മോൻ സുവിശേഷ വേല ചെയ്യാറില്ലേ അല്ലേ, അതുകൊണ്ട് ഈ മീശ മാത്രം വെച്ചു കൊടുക്കുന്ന മോനെ ശരിയല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടല്ല, മീശ വെക്കുന്നതിനെ തെറ്റൊന്നുമല്ല. അങ്ങനെയാണ് ശമുവേൽ മാത്യു ദീക്ഷ വെച്ചത്. ആ പുള്ളിയാണ് ഇപ്പൊ കറുത്ത ഉപ്പായവും ഇട്ട് ബിഷപ്പ്. ഇങ്ങനെ ഉണ്ട് കളി. പണ്ട് ഡോക്ടർ KP യോഹന്നാൻ എഴുതിയൊരു പുസ്തകമുണ്ട്. അതിൻ്റെ അകത്ത് ആ പുസ്തകത്തിന്റെ പേരാണ് ദൈവത്തെ കളിപ്പിച്ച പുള്ളി. അടിയിൽ ഡോക്ടർ KP യോഹന്നാൻ. പുള്ളിയുടെ പഴയകാല പുസ്തകങ്ങൾ ഒരെണ്ണമാണ്. പുള്ളിയുടെ പഴയ ആദ്യകാല പുസ്തകങ്ങൾ ഒരെണ്ണമാണ്. ഞാൻ KP യോഹന്നാനെ കുറ്റം പറയാൻ നിൽക്കുകയല്ല, ഞാൻ മനസ്സിലാവുന്ന ഒരു കാര്യം പറഞ്ഞത്. ഒരു പുസ്തകമാണ് മുടിയനായ പുത്രൻ ആരാണ്, വലിയൊരു ചോദിച്ചില്ല. ഒരാൾ ഞാൻ അടിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ ഉപദേശത്തെ ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് കൊടുക്കുന്ന ആ സംവിധാനം നിർത്തണം. ഒന്നും ഞാൻ അല്ലെന്നങ്ങ് പറയണം. പക്ഷെ ഒരു കാര്യം, ഉപദേശം പറഞ്ഞിട്ട് തെറ്റിപ്പോയാൽ നിന്നെയും വിടത്തില്ല, നിന്റെ തലമുറയും വിടത്തില്ല. സ്തോത്രം. ഇന്നാളി വന്ന പ്രവാചകൻ പറഞ്ഞു, മോനെ നീ തെറ്റിപ്പോയാൽ അടി വരുന്നു. ഞാൻ പെന്തക്കോസ് സഭയുടെ വടി ഇറങ്ങി അന്ന് ദുബൈക്ക് പോകാനുള്ള വിസ വന്ന് ഞങ്ങളെ ചുട്ടുകളയും കത്തിച്ചു കളയും എന്നൊക്കെ പറഞ്ഞ. പക്ഷേ പുറകെ വരുന്നുണ്ട്. ഇവിടുത്തെ കൂലിത്തല്ലുകാരൻ്റെ കൂട്ട് അന്നേരം വന്ന് തല്ലത്തില്ല കർത്താവ്. മുതലും പലിശയും കൂട്ടുപലിശയും വീതപ്പലിശയും കൂടെ തരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കണേ, അതുകൊണ്ട് ഉപദേശം പറഞ്ഞിട്ട് ആരും തെറ്റിപ്പോകരുത്. സ്തോത്രം. ഒത്തിരി സൈസ് ഉപദേശം ഇറങ്ങിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ ഇഷ്ടം പോലെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഏത് വേണം സ്വീകരിക്കുക, ഇഷ്ടം പോലെ. ഊതിയിടുന്നു, ഒന്തിയിടുന്നു, കൈകുത്തി കറക്കുന്നു, വിശുദ്ധ കൊര, ചിരി, പാമ്പ് പിടുത്തം, ഛർദീര്, വിശുദ്ധ മതിലേക്കറ്റം, ഫ്രീസിംഗ് സ്പിരിറ്റ്, അഗ്നി അഭിഷേകം, കറണ്ട് പാസിങ് എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞു വിശുദ്ധ കുളിയും വിശുദ്ധ ടോയ്ലറ്റിൽ പോക്കൂടായെങ്കിൽ പരിപാടി റെഡിയായെന്ന് പറഞ്ഞു. ആകെയല്ല, എല്ലാം ചെയ്തോണ്ടിരിക്കുക, ഭയങ്കരമായിട്ട് ചെയ്തോണ്ടിരിക്കുക. പിന്നെ കസേരയിൽ ആത്മാവ് കയറുന്നു. ഭയങ്കര സഹിക്കാൻ വയ്യാത്ത ആത്മാവ് കയറുന്നു. യേശു ഇപ്പം ബൈബിൾ ക്ലാസ്സിന് അങ്ങോട്ട് ചെല്ലുക. കാര്യം യേശുവിനെ പിടിയില്ല എന്തോന്നത്. കാര്യം ഇവരല്ലേ ഇത് സ്ഥാപിച്ചവർ. അപ്പം സ്ഥാപകന്റെ എന്നല്ലേ പഠിക്കേണ്ടത്. അങ്ങനെ സ്ഥാപകന്റെ പഠിച്ച് പോയി കാത്തോലിക്ക പോയി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞത് വേറെ തന്നെ ഓർത്തഡോക്സിൽ പോയി തിരിച്ചു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ പരിധി വിട്ടാ പിന്നെ എന്നാ വേണേ കാണിക്കാം. അതുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവേ വലിയ കൃപാവരം ഒന്നും ലഭിച്ചില്ലെങ്കിലും, വലിയ പ്രസംഗവരം ലഭിച്ചില്ലെങ്കിലും, പ്രവചനവരം കിട്ടിയില്ലെങ്കിലും, മൂക്കിന് ജീവശ്വാസം പോകുന്നിടം വരെ സത്യോപദേശത്തിൽ മാറായിരിക്കാൻ കൃപ എനിക്ക് തരണ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അബദ്ധക്കുഴിച്ച് ചാടായിരിക്കാനുള്ള ദർശനം എനിക്ക് തരണ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതിന്റെ കൂടെ ബാക്കി ഏതാ കൃപ കിട്ടിയോ നിങ്ങൾ ചെയ്തുകൊള്ളൂ, ഒരു തെറ്റുമില്ല.
ഞാൻ വിശുദ്ധ ബൈബിൾ പറഞ്ഞ എല്ലാ കൃപാവരത്തെ ബഹുമാനിക്കുന്നയാളാണ്. യേശുവിന്റെ വരവ് വരെ അതുണ്ടെന്ന് വിശ്വസിക്കുന്ന പുള്ളിയാണ്. പക്ഷെ കള്ളന്മാർ ആവശ്യം പോലെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന പുള്ളിയാണ്. നിങ്ങൾ 25 രൂപയുടെ കള്ളനോട്ട് കണ്ടിട്ടുണ്ടോ? ഞാനും കണ്ടിട്ടില്ല. കാര്യം 25ന്റെ ഒറിജിനൽ ഇല്ല, അതുകൊണ്ടാണ് കള്ളൻ ഇറങ്ങാഞ്ഞത്. 25ന്റെ കളർ ഇറങ്ങിയ കള്ളനാന്ന് എല്ലാവർക്കും അറിയത്തില്ലേ? പക്ഷെ 20ന്റെ കള്ളനോട്ട് ഇറങ്ങിയ സത്യം ഉള്ളതുകൊണ്ടെന്ന് സത്യമെന്ന് വിശ്വസിക്കും. അതുകൊണ്ടാണ് നല്ല ഉപദേശികളുണ്ട്, കള്ള ഉപദേശിയുള്ളത്. നല്ല പ്രവാചകനുള്ള കള്ളനുള്ളത്, നല്ല അപ്പോസ്തലനുള്ള കള്ളനുള്ളത്, മനസ്സിലായി? നല്ല ഭാഷയുള്ള കള്ളഭാഷ ഉണ്ടായത്. അതുകൊണ്ട് കള്ളനുള്ളതുകൊണ്ട് നല്ലതിനെ ആരും അംഗീകരിക്കാതിരിക്കരുത്. ഒരു സ്തോത്രം പറഞ്ഞേ, ഒരു സ്തോത്രം പറഞ്ഞേ. വന്നവന്റെ മുണ്ടിന്റെ വില നോക്കണ്ട, ഷർട്ടിന്റെ വില നോക്കണ്ട, വണ്ടിയുടെ വില നോക്കണ്ട, വിദ്യാഭ്യാസം നോക്കണ്ട, കുടുംബശ്രേഷ്ഠ നോക്കണ്ട. അവന്റെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവേദെന്നറിയണം. സ്തോത്രം പറഞ്ഞാട്ടെ. അവന്റെ കുലവും കുടുംബവും വീടിന്റെ വലിപ്പവും നിങ്ങൾ നോക്കണ്ട. അവന്റെ മേൽ വ്യാപിക്കുന്ന പരിശുദ്ധാത്മാവാണോ നീ നോക്കിയേച്ചാൽ മതി. അപ്പൊ ഇതറിയാൻ ഇന്ന് കാഴ്ചപ്പാടില്ല. അതാണ് അബദ്ധം. മനസ്സിലാവുന്നുണ്ടോ? പുറമേ വെച്ച് അളക്കുക, പുറമേ വെച്ച് വളരെ കാര്യമായിട്ട് അളക്കുകയാണ്. പക്ഷേ അവൻ കള്ളന്റെ മഹാരാജാവാണ്. അതുകൊണ്ട് കാര്യങ്ങളെ അറിയണം. നായ്ക്കളെ സൂക്ഷിക്കണം, വിട്ടത് തിരിച്ചെടുക്കുന്നതിനെ സൂക്ഷിക്കണം. 2 ആകാത്ത വേലക്കാരെ സൂക്ഷിക്കണം. കാനമച്ചനെ നിങ്ങൾക്കറിയാവുന്നതാണ് എന്റെ വിചാരം. അദ്ദേഹം ഓർത്തഡോക്സ് സഭയിലെ വൈദികനായിട്ടിരുന്നയാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത് ഇങ്ങനെ പിടിയൊക്കെ കണ്ടില്ലേ, ഈ കുപ്പായം പുറമോട്ട് പോകുന്നതിന് ഇങ്ങനെ അങ്ങനെ ഇട്ടു. ഇപ്പോഴും അങ്ങനെ ആയിപ്പോയി. കുറ്റം പറഞ്ഞല്ല, പുള്ളി പണ്ട് ഒത്തിരി വർഷം ഇത് ഉപയോഗിച്ച. അപ്പൊ പുള്ളിക്കാരി ഈ പെന്തക്കോസി വന്നപ്പം പുള്ളിയെ കളിയാക്കാൻ വേണ്ടി കുറെ എണ്ണം കൂടിയിട്ട് പുള്ളിയോട് ചോദിച്ചു, അച്ചോ ഈ ആകാത്ത വേലക്കാരാരാ ചോദിച്ചു. അപ്പൊ അച്ഛനറിയാം എന്റെ മറുപടി. പക്ഷെ ഇവന്മാരുടെ തലയ്ക്കിടം കൊടുക്കാൻ വേണ്ടി പുള്ളി പറഞ്ഞു, ബ്രദറെ അത് ബൈബിൾ കോളേജ് പഠിക്കുന്നവരാണ്. അതെന്താ അച്ചു, അവർ ആ വേലക്കാരായിട്ടില്ല. ഈവിൾ വർക്കേഴ്സ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്, ദുഷ്ടത പ്രവർത്തിക്കുന്നവർ. സ്തോത്രം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണേ, എന്താ അവരുടെ പരിപാടി എന്ന് ഞാൻ പറയാം. ഉപദേശം വിഷയമല്ല അവർക്ക്. കിട്ടുന്നത് തരം പോലെ തട്ടുക എന്നുള്ള കാര്യം. ഒരു വേദഭാഗം നിങ്ങൾ വായിച്ചേ പെട്ടെന്ന്. തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം മാത്രം മതി, ബാക്കി വായിക്കണ്ട. 1 തിമോത്തിയോസ് 4-ാം അധ്യായം 1. വ്യാജാത്മാക്കളുടെ അപ്പം പരിശുദ്ധാത്മാവിന് നേരത്തെ അറിയാമായിരുന്നു ഈ കച്ചവടവും ഇതെല്ലാം ഇവിടെ ഇറങ്ങുമെന്ന് അറിയാമായിരുന്നു. പൗലോസ് തന്നെ പറഞ്ഞില്ലേ എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ച്, ഞാൻ ഇവിടുത്തെ പോയതിനു ശേഷം ആടുകളെ ഗവനിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ ഇവിടെ വരുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. അപ്പൊ ഈ വെളിപ്പാട് ഒക്കെ അകത്തുണ്ടാകണം. ഒരു സ്തോത്രം പറഞ്ഞേ, ഒരു സ്തോത്രം പറഞ്ഞേ. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനത്തെ വെളിപ്പാടൊന്നും ഇപ്പൊ ഇല്ല, ആർക്കുമില്ലെന്നല്ല പറഞ്ഞത്. വലിയ വിഷയമൊന്നുമില്ല. ഏതെങ്കിലും ഒരുത്തം പറഞ്ഞപ്പോൾ അവന് ഭ്രാന്തെന്നും പറയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെയും ഉപദേശം കൈക്കൊണ്ടിട്ട് ജനത്തെ മറിച്ച് കളയുന്ന ഒരു വലിയ സംഘം ഇറങ്ങും. സ്തോത്രം പറഞ്ഞേ. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിലുള്ള ആൾക്കാരില്ലേ? അതല്ലേ പ്രൊട്ടസ്റ്റന്റുകാരില്ലേ? ആണോ? ആണോ? കത്തോലിക്ക സഭയ്ക്ക് അപ്പുറത്ത് നിൽക്കുന്ന ഓർത്തഡോക്സ്, മർത്തോമ, യാക്കോബായ, സിയസായി, ഇതെല്ലാം പ്രൊട്ടസ്റ്റന്റ്സ് ആണ്. പ്രൊട്ടസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എതിർക്കുന്നവരെന്നാണ്. ആരെതിർക്കും? അതിൻ്റെ അത് ഇവാഞ്ചലിക്കലിസം വിഭാഗക്കാരാണ് നമ്മൾ, പെന്തക്കോസ്ത്, ബാപ്റ്റിസ്റ്റ്, ബ്രദറൻ, ഇതെല്ലാം. അപ്പോൾ ആരെ എതിർക്കുന്നത്? വല്ലതും എതിർക്കുന്നുണ്ട്? ഒന്നും എതിർക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? എല്ലാത്തിനും ഇപ്പോൾ ഓശാന്റെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ചില ഭാഷമാരൊക്കെ പറഞ്ഞു കേട്ടില്ലേ, ഡോക്ടർ ഗീവറിസ് മാർ ഒസ്താത്യോസ് മെത്രാപ്പോലിത്തമായിട്ടൊരു വേദി പങ്കിടാനുള്ള മഹാഭാഗ്യം. സഹിക്കാൻ വയ്യാത്ത ഭാഗ്യം. മൊത്തം മഹാഭാഗ്യം കിട്ടി. അതിന് നേരൊരു മനുഷ്യൻ്റെ കുപ്പായം ഇട്ടെന്നല്ലേ ഉള്ളൂ. പാൻറ് ഷർട്ടും അതിൻ്റെ പുറത്ത് റോസ് കുപ്പായം, അതിൻ്റെ പുറത്ത് കറുത്ത കുപ്പായം, പിന്നെ തലയിലൊരു തുണി, അതിൻ്റെ മുകളിൽ ചട്ടി, കാലയിലൊരു ഷൂസ്, അവിടുന്ന് ഇങ്ങോട്ടൊരു കുരിശ്, അങ്ങോട്ടൊരു എംബ്ലം, കയ്യിലൊരു കുരിശ്, അറ്റത്തൊരു ലേസ്. കണ്ടാൽ കൊമ്പിട്ട് പോവും. ആ പരുവത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഞാൻ ഓർത്തഡോക്സുകാരനായിരുന്നു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഉച്ചമൊന്നും പറഞ്ഞല്ല. അവരെ ബഹുമാനിച്ചോട്ടെ, തെറ്റില്ല. പക്ഷെ ഇതെന്നെ മഹാഭാഗ്യമാണ്.
അവരെ തിരുമേനി എന്നല്ലേ വിളിക്കുന്നത് അല്ലേ? ഞാൻ ആരെയും തിരുമേനി എന്ന് വിളിക്കില്ല. ഈ പറഞ്ഞ ഡോക്ടർ ഗീവറീസ് ഒസ്താത്യോസിനെതിരെ ഒരു വലിയ വിവാദ പുസ്തകം എഴുതിയ ആളാണ്. ഒരു സ്ഥലത്ത് പോലും ഞാൻ തിരുമേനി ഉപയോഗിച്ചിട്ടില്ല. ഡോക്ടർ ഒസ്താത്യോസ് ഉപയോഗിച്ചിട്ടുണ്ട്, മേൽപ്പട്ടക്കാരൻ ഉപയോഗിച്ചിട്ടുണ്ട്, മെത്രാപ്പോലിത്തൻ ഉപയോഗിച്ചിട്ടുണ്ട്, ബിഷപ്പ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ ചിലർക്ക് സംശയം, പെന്തക്കോസ്തുകാർക്ക് അങ്ങനെ അങ്ങ് പറയാമോ? ഞാൻ പറഞ്ഞു, തിരുമേനി എന്നുള്ള വാക്കിന്റെ അർത്ഥം നശിച്ചു പോകാത്ത ശരീരമുള്ളവനാണ്. അങ്ങേരെയും കുഴിയിലോട്ട് ഒക്കെ നേരം കാണാം. എന്റെ നസ്രായൻ മാത്രമേ ഉള്ളൂ തിരുമേനി. ഞാൻ ലോകത്തിൽ ഒരുത്തരം തിരുമേനി എന്ന് വിളിക്കില്ല. സ്തോത്രം. അപ്പൊ എന്റെ നാട്ടിൽ ഒത്തിരി ബ്രാഹ്മൺസ് ഉണ്ട്, ഞാൻ ആരെയും തിരുമേനി എന്ന് വിളിക്കില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്റെ നാഥൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊന്നും ഈ അവരുടെ കൂടെ ഇവരുടെ കൂടെ ഇരിക്കുന്ന ഒരു മഹാഭാഗ്യമല്ല. അങ്ങോട്ട് പോകുമോ എന്നറിയേണ്ടത്. സ്തോത്രം പറഞ്ഞേ. അങ്ങോട്ട് പോകുമോ? ഇവിടെ സാമ്രാജ്യം സ്ഥാപിച്ചോന്നല്ല, അങ്ങോട്ട് പോകാൻ വല്ല പരിപാടി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് അറിയേണ്ടത്. അപ്പോൾ നിങ്ങളൊരു കാര്യം കൂടെ മനസ്സിലാക്കണേ, നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്ന പദ്ധതിയോളം വേണം ദൈവമക്കൾ മുൻപോട്ട് നീങ്ങേണ്ടത്. സ്തോത്രം. അപ്പോൾ ആകാത്ത പരിപാടികൾ കാണിച്ച്, സ്തോത്രം, വ്യാജാത്മാവിന്റെ ഉപദേശം കേട്ടിട്ട് ഭൂതത്തിന്റെ ആവേശത്തോടെ ജനത്തെ മറിച്ചു കളയുന്ന പരം സഭകൾക്കകത്ത് രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഉപദേശമല്ലാതെ വന്ന കണ്ടാൽ നിങ്ങൾ നെഞ്ചും നെറ്റിയും കാണിച്ചെതിർക്കണം. ഒരു സ്തോത്രം പറഞ്ഞേ. അല്ലാതെ ആ കളി ഈ കളി തീക്കളിയാകും, ഞങ്ങളിലൊന്നിനെ തൊട്ട് കളിച്ചാൽ എന്നൊന്നും പറഞ്ഞ് കുത്തിയിരിപ്പ് സമരമൊന്നും നടത്തണ്ട. അങ്ങനെ നടത്തണ്ട. ഒരു കൊടി ഉണ്ടാക്കി പിന്നെ അവിടെ പ്രളയം ഉണ്ടാക്കില്ല, സഭായം നടത്താൻ സമ്മതിക്കത്തില്ല. ഇത് മറ്റേ കണ്ട് കഴിക്കാം. അതല്ല പറഞ്ഞത്. ഉപദേശമല്ല സ്ഥാപിക്കേണ്ടത് ഓരോ ദൈവവേദലിന്റെ ജോലിയാണ്. ഒരു സ്തോത്രം പറഞ്ഞേ. പഴയ കാലത്ത് കേരളത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, മണ്ണന പ്രസംഗം ഉണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ബ്രദറുകാര് സ്റ്റേജ് കെട്ടി പ്രസംഗിക്കും. പെന്തക്കോസുകാര് പറഞ്ഞ മറുഭാഷ തട്ടിപ്പാണ്. പിറ്റേ ദിവസം അതേ സ്റ്റേജിൽ പെന്തക്കോസുകാർ പ്രസംഗിക്കും, ഇത് തട്ടിപ്പല്ല, പരിശുദ്ധാത്മാവിന്റെ ദാനമാണ്. മൂന്നാം ദിവസം വീണ്ടും ബ്രദർ അതേ സ്റ്റേജിൽ പ്രസംഗിക്കും. രക്തം പറഞ്ഞ് നാക്ക് വിടുന്ന പറയുന്നതാണ് ഈ മറുഭാഷ. പെന്തക്കോസുകാർ അതേ സ്റ്റേജിൽ അടുത്ത ദിവസം പ്രസംഗിക്കും. സ്തോത്രം. രക്തം പറഞ്ഞ് പറയുന്നതല്ല ഈ സാധനം, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ നാവിൽ തന്നാണ് ഇത്. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഉപദേശം സ്ഥാപിക്കേണ്ട ജോലി ഇന്ന് നമ്മുടെ സഭയ്ക്കകത്താണ് ഇത് വേണ്ടത്. ഒരു വെളിവുമില്ല. എന്ത് പറഞ്ഞാൽ പണ്ട് തിരുവല്ലയില് ബ്ലസ് തിരുവല്ല നടക്കുക, മൊത്തം ബ്ലസ് ആക്കി തിരുവല്ലയിൽ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ ഒരു ബന്ധു അതിൻ്റെ അകത്ത് കയറാതെ വെളിയിൽ പോയി നിൽക്കുക. അപ്പം പ്രസംഗിച്ചുകൊണ്ട് പ്രസംഗന്റെ പേര് ഞാൻ പറയുന്നില്ല. പുള്ളി പറഞ്ഞു, ഞാനിവിടെ പറഞ്ഞു ഒന്നും മനസ്സിലാകാത്തവർ ഹല്ലേലൂയ പറഞ്ഞിട്ട് എങ്ങനെയുണ്ട്? ഞാനിവിടെ പറഞ്ഞൊന്നും മനസ്സിലാകാത്തവർ. ഇതാണ് ശ്രദ്ധ. അവര് പറയേണ്ടത് അവരുടെ ജോലിയല്ല. റാന്നിയിലൊരു സഭയിൽ അച്ചാനുണ്ടായിരുന്നു. റാന്നിക്കാർ കൊല്ലം വന്നിട്ട് ഒരു സഭ പറയുന്നില്ല. പുള്ളി ഒരു മൂലക്കായിരിക്കുന്നു. 5 മിനിറ്റ് ഇടവിട്ട ഉറക്കത്തിൽ പുള്ളി പറയും. പുള്ളി ടെൻഡർ എടുത്തേക്കുക ഹല്ലേലൂയ പറയാൻ വേണ്ടി. ഇതുപോലെ പാസ്റ്റർ ഹല്ലേലൂയ എന്ന് പറയാന്നുള്ളത് നമ്മുടെ ജോലി ആയതുകൊണ്ട് നമ്മളങ്ങ് അറിയത്തില്ലേ? വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക പള്ളിയിൽ. അപ്പോഴാണ് ശുഭഹോലാബുലപുറം റുഹോകാദിശോ എന്ന് പറയുമ്പോൾ അറിയാതെ പറയും മിനഹോലം ബോധോ മിനഹോലം മീനാമീൻ. കാര്യം പൈസ ഇന്ന സമയം ഇത് വരുമെന്നറിയാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണേ. എന്ന് പറഞ്ഞ പോലെ ഈ ഉപദേശം കൂടെ മനസ്സിലാകണം. ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളെ കൊണ്ട് കള്ളം പറയിക്കുന്ന എങ്ങനെയാണെന്നുണ്ട്, എന്നാലും അങ്ങ് ചോദിക്കുക. ഇന്ന് രാവിലെ ബൈബിൾ വായിച്ചു വരുന്നത് കൈപൊക്കി. ഇവിടെ വന്നിട്ടല്ല, കൈപൊക്കി. ഹാൻഡ്സ് ഡൗൺ. കൈപൊക്കിയ കുറച്ച് പേരെ ഉള്ളത് കൊണ്ട് ഞാൻ പ്രത്യേകം നന്ദി പറയും നിങ്ങളോട്. നിങ്ങളെല്ലാവരും ബൈബിൾ വായിക്കണം. അസൈൻമെന്റ് ഇല്ല. ഒരധ്യായം വായിക്കണം നിർബന്ധമില്ല, 2 അധ്യായം വായിക്കണം നിർബന്ധമില്ല. കുറഞ്ഞ പക്ഷം ഒരു വാക്യമെങ്കിലും വായിച്ചിട്ട് നിങ്ങളുടെ ജീവിതം തുടങ്ങാവൂ. കർത്താവിനോട് സംസാരിച്ചിട്ട് നിങ്ങൾ എവിടെയും പോകാവൂ. പിടികിട്ടിയ ഒരു സ്തോത്രം പറഞ്ഞേ. കർത്താവിന്റെ കരസ്പർശമേക്കാതെ നിങ്ങൾ ഒരിടത്തേക്കും പോകരുത്. ഒരാമയം പറഞ്ഞാട്ടെ.
സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് അസൈൻമെന്റ് അല്ല ഇന്ന് എന്ന് പറയുന്നത്. എന്നാ ദിവസം ഏതാണ്? ഡിസംബർ 26-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ ദയവായിട്ട് നിങ്ങൾ കുറച്ചെങ്കിലും നിങ്ങൾ വായിക്കണം. ഞാൻ ആർത്തിയോട് ഇപ്പോഴും ബൈബിൾ വായിക്കുന്നയാളാണ്. ആർത്തിയോടെ ഞാൻ ബൈബിളിന്റെ ഒരു ഉപാസകനാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണേ, സ്തോത്രം, ഉപദേശത്തെ തിരിച്ചറിയണം. നിങ്ങൾ ദുരുപദേശത്തെ നിങ്ങൾ തിരിച്ചറിയണം. ഉപദേശത്തിന്റെ കാറ്റിൽ കൂടുതൽ ഇപ്പൊ ദുരുപദേശത്തിന്റെ കാറ്റാ വരുന്നത്. സ്തോത്രം, സ്തോത്രം പറഞ്ഞേ എന്ന് പറഞ്ഞ് തുറന്ന് മനസ്സിലാവുന്ന ഭാഷയിൽ ദുരുപദേശം ഇവിടെ നടക്കത്തിൽ നിന്ന് പറയാം. ദൈവദാസന്മാരെ, നിങ്ങളുടെ നാവ് തുറക്കണം. സ്തോത്രം പറഞ്ഞേ. സെൻട്രൽ പാസ് നിങ്ങളെ കാലേ വാരി തല്ലും വേണേല്. കൗൺസിലുകാർ നിങ്ങളെ വിളിച്ച് ചൂരവടി വെച്ച് തല്ലതുപോലെ പറയും. പക്ഷെ ഉപദേശത്തിന് വേണ്ടി നിന്നാൽ കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഒരു സ്തോത്രം പറഞ്ഞേ, ഒരു സ്തോത്രം പറഞ്ഞ് അടിയോടല്ല പറഞ്ഞത്. ഉപദേശം അല്ലിത് എന്ന് സ്ഥാപിക്കാനുള്ള ധർമ്മം നമ്മുടെ അകത്തുണ്ട്. രാമൻ പറഞ്ഞാട്ടെ. അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞ പക്ഷം ഒക്കുകയാണെങ്കിൽ വല്ലപ്പോഴുമെങ്കിലും ദൈവദാസന്മാർ നിങ്ങളുടെ സഭകളിൽ നിങ്ങൾ തന്നെ ബൈബിൾ ക്ലാസ് എടുക്കണം. ഞാനൊരു പഴയ ബന്ധുക്കോസുകാരനെന്ന് പറഞ്ഞല്ലോ. പഴയ ബന്ധുക്കോസിലെ പ്രധാനപ്പെട്ട 2 മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒന്ന് ശനിയാഴ്ച വിട്ടൊരു കാത്തിരിപ്പ് യോഗം, അറിയാമോ? അന്ന് ഡ്രമ്മിനൊരു സ്വസ്ഥതയും കിട്ടത്തില്ല. ഡ്രം അങ്ങോട്ട് ചരിച്ചു വിട്ട് അടിയോടടിയാണ്. അന്ന് സാക്ഷിയില്ല, പാട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥന. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാണ്ടിരിക്കുന്ന ഇങ്ങനെ ആയിരക്കണക്കിന് പേർ അന്യഭാഷ പറഞ്ഞിട്ടുണ്ട്. ഇന്നത് നമുക്ക് നഷ്ടം വന്നു. പക്ഷെ ഇപ്പോഴും കാത്തിരിപ്പ് യോഗമുണ്ട്. ഒന്ന് ഈ പാസ് നേരത്തെ അങ്ങനത്തെ കാത്തിരിപ്പിക്കും. അതല്ലേ ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ ഒരെണ്ണമാണ് ഞായറാഴ്ച വൈകിട്ട് ഒരു ബൈബിൾ ക്ലാസ്. അന്നത്തെ പാസ്റ്റർമാരെ ഓർക്കണേ, 2ാം ക്ലാസ് 3ാം ക്ലാസ് ഒക്കെയാണ്. പാവങ്ങൾക്ക് ഇന്നത്തെ പോലെ പുസ്തകമില്ല, ഇന്നത്തെ പോലെ വിളിച്ചു ചോദിക്കാനില്ല, അതുപോലെ ഇന്റർനെറ്റ് സൗകര്യമില്ല, ഒന്നുമില്ല. പക്ഷേ അവരതിനു വേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കാരി അതിൽ ചോദിച്ചാൽ പറയണ്ടേ? എന്നെങ്കിലും വല്ല കാലത്ത് വരെ പഠിപ്പിച്ച ദൈവദാസന്മാരെ കണ്ടാ ചോദിക്കും, സാറേ ഇതെന്നാ ചോദിക്കും. അപ്പം നേരിട്ട് കാണാൻ പോലും അവസരമില്ല. പക്ഷേ അന്നൊക്കെ ദൈവമക്കൾ ആനന്ദത്തോടെയാണ് ഇത് കേട്ടുകൊണ്ടിരുന്നത്. ഏതായാലും അവരെക്കാട്ടുമൊക്കെ നിങ്ങൾക്ക് പലതും അറിയാം. ഒരു സ്തോത്രം പറഞ്ഞേ, ഒരു സ്തോത്രം പറഞ്ഞേ. അതുകൊണ്ട് ദൈവദാസന്മാരെ, സ്തോത്രം, നിങ്ങളുടെ സഭയിൽ ഇല്ലെങ്കിൽ സഭയിൽ ഉപദേശം പറഞ്ഞ് അങ്ങനെ പഠിപ്പിക്കാൻ സമയമില്ലെങ്കിൽ നിങ്ങളുടെ പ്രസംഗത്തിൽ നന്നായിട്ട് പറയണം. ഒരു സ്തോത്രം പറഞ്ഞ ഒരയവും കാണിക്കരുത്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഉപദേശം പറയണം. അന്ന് നിന്നെ എതിർത്താലും സ്തോത്രം, പ്രായമായി വരുമ്പം കുട്ടികൾ പറയുമല്ലോ, അന്ന് എന്നെ തല്ലിയത് കൊണ്ടാണ് ഞാനിപ്പം മര്യാദയ്ക്ക് ജീവിക്കുന്നത്. ഒരു സ്തോത്രം പറഞ്ഞേ. ഇതുപോലെ അവർ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും പറയും, ഇന്ന് ഞാൻ ഉപദേശം നിൽക്കുന്നത് ആ ദൈവദാസനെ ശാസിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് മുഖം നോക്കാതെ ഉപദേശത്തിന്റെ പേരിൽ നിങ്ങൾ പറയുവാൻ നിങ്ങൾക്ക് ആർജവം ഉണ്ടാകണം. സ്തോത്രം. ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കണം, സമയം പോകുന്നതുകൊണ്ടാണ്. അടുത്തത്, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷിൽ വായിച്ചാൽ അതല്ല, പരിച്ഛേദനയ്ക്ക് തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സർക്കംസിഷൻ എന്ന് പറയുന്ന ശേലാകർമ്മം എന്ന് പറയുന്ന, അല്ലെങ്കിൽ പരിച്ഛേദന എന്ന് പറഞ്ഞ അഗ്രചർമ്മം ഛേദിക്കുക എന്ന് പറയുന്ന, അതും കൂടി ഇല്ലെങ്കിൽ നിങ്ങൾ ശരിയായ ക്രിസ്ത്യാനികളല്ലെന്നും പറഞ്ഞുകൊണ്ട് സഭകൾക്കകത്ത് കയറി ജനങ്ങളെ ഇളക്കി മറിക്കുന്ന ഒരു ഗ്രൂപ്പ് ഇറങ്ങി, യഹൂദ പക്ഷപാതികൾ. സ്തോത്രം പറഞ്ഞേ. ഇതിറങ്ങി വന്നപ്പോൾ ഉപദേശം പറയേണ്ട ദൈവദാസനായ പൗലോസിന്റെ ജോലിയാണിത്. ഇനി ഈ ഫിലിപ്പിയ സഭ നിങ്ങളൊന്നറിയണം. യൂറോപ്പിലെ ആദ്യത്തെ സഭയാണ് ഫിലിപ്പിയ സഭ. യൂറോപ്പിലെ ആദ്യത്തെ ക്രിസ്ത്യാനിയാണ് ലുഥിയ. സ്തോത്രം. അപ്പോൾ തന്റെ വിയർപ്പഴുക്ക് സ്ഥാപിച്ചതിനെ കുറിച്ചൊരു ചിന്ത അകത്തുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ ഇവിടേക്ക് ദൈവദാസന്മാരോടും ദൈവദാസിമാരോടും പറയുന്നു, പാസ്റ്റർമാരുടെ ഭാര്യമാരും പണ്ട് വന്നിട്ടുണ്ട്, നിങ്ങളെ സ്ഥാപിച്ച സഭയായിരിക്കത്തില്ല, ഒരുപക്ഷെ നിങ്ങൾ നേടിയ വിശ്വാസികളായിരിക്കില്ല, പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലാണ് ദൈവം തന്നിരിക്കുന്നത്. ഉത്തരവാദിത്വം ദൈവം ചോദിക്കും. ഉറപ്പാണ്, ഉറപ്പായിട്ട് ചോദിക്കും. അതുകൊണ്ട് ആ സുബോധം നിങ്ങളുടെ അകത്തുണ്ടാകണം. എന്ന് പറഞ്ഞാൽ ഒരു കൃഷിക്കാരൻ എവിടെ പോയാൽ അവന്റെ മനസ്സ് കൃഷിഭൂമിയിലായിരിക്കും. ഒരു സ്തോത്രം പറഞ്ഞേ. അവൻ എവിടെ പോയാലും അവൻ പോയെടുത്ത് കാറ്റ്, എന്റെ ദൈവമേ അവിടെ കാണാൻ കാറ്റിടിക്കുന്നുണ്ടോ, അവിടെ മഴ പെയ്താൽ ഇവിടെ മഴ പെയ്യുന്നുണ്ടോ, പുള്ളിക്കറിയേണ്ട അവിടെ വല്ലതും ഉണ്ടോന്ന്. അപ്പൊ ഇതേ ചിന്ത ദൈവദാസന്റെയും ഭാര്യയുടെയും അകത്തുണ്ടാകണം. പക്ഷേ ദൈവദാസന്മാരോട് ഞാൻ ചെറിയൊരു അഭ്യർത്ഥന പറയുന്നു. ദൈവമക്കളും വല്ലതും വന്നിട്ടുണ്ട്. ദൈവദാസന്റെ കുടുംബവും സഭയും കൂടി ഇട്ട് കുഴക്കല്ല. പിടികിട്ടിയില്ല, ഞാൻ പറഞ്ഞ പിടികിട്ടിയില്ല.
പാസ്റ്റർമാർ പലരും പറയും എനിക്ക് ശുശ്രൂഷയാണ് വലുത്, കുടുംബമല്ല, ഈ സഭയും ഗുണം പിടിക്കത്തില്ല, വീടും ഗുണം പിടിക്കത്തില്ല. സഭ സഭ, കുടുംബം കുടുംബം. അവർക്ക് കൊടുക്കേണ്ട പ്രാധാന്യം നിങ്ങൾ കൊടുക്കണം. ഒരു സ്തോത്രം പറഞ്ഞേ. ദൈവദാസന്മാരോട് പറഞ്ഞത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഭാര്യയ്ക്കും കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കണം. പക്ഷേ അത് യോഗത്തിന്റെ അകത്തല്ല. യോഗത്തിന്റെ അകത്ത് കയറിയാൽ ഭാര്യയല്ല നിങ്ങളുടെ, അത് നിങ്ങളുടെ വിശ്വാസിയാണ്. മക്കൾ നിങ്ങളുടെ മക്കളൊന്നും അല്ല, അത് കർത്താവിനെ ആരാധിക്കാൻ വന്നവർ. ഈ ഒരു സുബോധം നമ്മുടെ അകത്ത്. പക്ഷേ ഈ പടി അങ്ങോട്ട് വിട്ടാൽ അവർക്ക് ഒന്നാം സ്ഥാനം ദൈവം കഴിഞ്ഞാൽ കൊടുക്കണം. ഒരു സ്തോത്രം പറഞ്ഞേ, ഒരു സ്തോത്രം പറഞ്ഞേ. കാര്യം എന്നറിയാമോ, ഒത്തിരി തിക്തതകൾ ദൈവദാസന്മാരുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇവിടേക്ക് ദൈവമക്കളോടും പറയാം, നിങ്ങൾ അവരെ അപമാനിക്കരുത്. നിങ്ങളുടെ പൂരണത്തിന് വേണ്ടി, നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി. നിങ്ങളുടെ കുഞ്ഞ് അമേരിക്കയിൽ കിടന്ന സ്തോത്രം അവന് വഴി തുറക്കാൻ പറഞ്ഞപ്പോൾ 5 പൈസ ദൈവദാസന് കൊടുത്തില്ലെങ്കിലും നിനക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കിയവനാണ് അവിടെ ഇരിക്കുന്നത്. സ്തോത്രം. അത് നിങ്ങളും മറന്നു പോകരുത്. അപ്പോൾ അതുകൊണ്ട് നിശ്ചയമായിട്ടും മനസ്സിലാക്കണം. സ്തോത്രം. ഈ ദുരുപദേശകന്മാരകത്ത് വന്ന് കയറി സഭയെ മലീമസമാക്കുമ്പോൾ സ്തോത്രം അതിനെതിരെ പടവാളോങ്ങേണ്ടത് ഒരു ദൈവദാസന്റെ തീർന്നില്ല. ഓരോ കർത്താവിനെ സ്വീകരിച്ച ഓരോ ദൈവ പൈതല്യം ജോലിയാ. സ്തോത്രം. അപ്പൊ അതിനു വേണ്ടിയുള്ള നിയോഗം നിങ്ങളുടെ അകത്ത് നിങ്ങൾ എടുക്കണം. ഇനി 3-ാമത്തെ വായിക്കൊന്ന് വായിച്ചേട്ടെ. മതി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ദൈവത്തിന്റെ ദാസന് ഉപദേശം പറഞ്ഞു പോവുകയാണ്. ഉപദേശം പറഞ്ഞു പോകുമ്പോൾ നിങ്ങളൊരു വേദഭാഗം പെട്ടെന്ന് അറിയാൻ വേണ്ടി ഒരെണ്ണം പറയാം. ഞാൻ തിമോത്തിയോസിനെടുത്ത് 2-ാം ലേഖനം എടുത്താട്ട് 4-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യവും 5-ാമത്തെ വാക്യവും ഒന്ന് വായിച്ചു. പത്യോപദേശം പൊറുക്കാതെ എന്നാണ് മലയാളത്തിൽ. അത് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ ശരിയായിട്ട് ട്രാൻസ്ലേഷൻ ഞാൻ പറയാം. പത്യോപദേശത്തെ ഉൾക്കൊണ്ടു പോകാൻ കഴിയാതെ, അതിനോട് ഒത്തുപോകാൻ കഴിയാതെ, ചേർന്ന് പോകാൻ കഴിയാതെ ഇമ്പമായതൊക്കെ കേൾക്കാൻ താല്പര്യപ്പെടും. ഒരു സ്തോത്രം പറഞ്ഞേ. എപ്പോഴും കടിച്ചു മുറിക്കുന്നവരോട് പറയണമെന്നൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞത്. പ്രസംഗത്തിന്റെ ഇടയിൽ ഇച്ചിരി നല്ലതൊക്കെ പറയാം, ഇച്ചിരി മനസ്സ് തണക്കുന്നൊക്കെ പറയാം. പക്ഷേ എല്ലാം കളിയാകരുത്. എല്ലാം കളിയാകരുത്. എല്ലാം തമാശ ആകരുത്. കർത്തൃമേശ എടുക്കുന്നപ്പോഴാണ് ഒരു സഹോദരൻ കർത്തൃമേശ ഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ വന്ന് ഭാഷനോട് പറയണം, ഭാഷേ എനിക്കിന്ന് മുട്ട വേദനയുണ്ട്, ഞാൻ മുട്ടയിൽ ഇരിക്കത്തില്ലേ. ഉടനെ പറഞ്ഞ് എന്റെ ബ്രദർ ഏതാ കർത്തൃമേശ നടത്തുക, ബ്രദറെ എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാകും. എന്നാന്നറിയാമോ, ഞാൻ കർത്താവിന്റെ മേശ നടക്കുക. മുമ്പേ വേണേ പറയാമായിരുന്നു, ഇല്ലേ നിങ്ങൾ ഇരിക്കണ്ട. മനസ്സിലാവുന്നുണ്ട്, ഇത് തമാശല്ല. സ്തോത്രം പറഞ്ഞേ. ഇത് റൊട്ടിയും പിഞ്ഞു അടിക്കുകയല്ല, ഇത് കർത്താവിന്റെ മേശയാണ്. ഇത് പാസ്റ്ററിന്റെ മേശയും പ്രസ്ഥാനത്തിന്റെ മേശയുമല്ല, ഇത് കർത്താവിന്റെ മേശയാണ്. അപ്പൊ ആ ഒരു സുബോധം, ഗൗരവം കൊടുക്കേണ്ടത് ഗൗരവം കൊടുക്കണം. കൊടുത്തേ ഒക്കത്തുള്ളൂ. ഈയിടെ ഒരു കല്യാണം നടത്തുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോ കിട്ടിക്കാണും. ചേട്ടനോട് പറയുകയാണ്. അപ്പം പറഞ്ഞപ്പോൾ അവനിങ്ങനെ പതുക്കെ പറയുന്നത്. ഉടനെ ഏതാ അറിയാമല്ലോ, ഉടമ്പടി വാചകം. ഞാനിന്ന് സൂസനം നിന്നെ എൻ്റെ ഭാര്യയെ സ്വീകരിച്ചു കൊള്ളുന്നു. മരണം നമ്മെ വേർപ്പിക്കുന്ന നാൾ വരെ സുഖത്തിൽ ദുഃഖത്തിൽ സന്തോഷത്തിൽ താപത്തിൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ പതുക്കെയാ വന്നു. ഉടനെ അതേ ട്യൂണിൽ തന്നെ ഈ പറയുന്ന പാസ്റ്റർ പറഞ്ഞു, അല്പം കൂടെ ഉറച്ച്. ഉടനെ ഇവനോർത്ത് ഇതേറ്റ് പറയാമെന്ന് ഓർത്ത് ഇവൻ പറഞ്ഞു, അല്പം കൂടെ ഉറച്ച്. ഇവനും അവനോടത്ത് ഉടമ്പടി വാചകത്തിന്റെ ഇടയിലുള്ളതാണെന്ന് ഓർത്തവൻ. അപ്പൊ എന്ന് പറഞ്ഞോട്ടെ, ഈ കളി ഇറക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഞങ്ങളുടെ വർഗമില്ല, ഈ പാസ്റ്റർ വർഗം. വീട്ടിൽ ചെന്നാലും പലരും പാസ്റ്ററാണ്. അവരിങ്ങനെ ഉപ്പുതൂണ് പോലിരിക്കും. സൂസമ്മേ, ചോറ് കാലമായില്ലയോ, ജോമം വരിക, 23 സംഖ്യത്തിന് വായിക്കുക. ടുട്ടുകുട്ടൻ അത് ഒന്ന് വ്യാഖ്യാനിക്കുന്നതാണ്. ഇയാളെ കാലേ വാരി തല്ലണം. ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ പാസ്റ്റർ അല്ല, സെമിനാരി പ്രൊഫസറല്ല, ഞാൻ പ്രവാചകനല്ല, ഞാൻ പ്രസംഗകനല്ല, ഞാൻ ഫിലോസഫറല്ല, ഞാൻ എൻ്റെ ഭാര്യയുടെ ഭർത്താവും എൻ്റെ മക്കളുടെ അപ്പനുമാണ്.
എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും ഞാൻ പ്രൊഫസറായ നല്ല എന്ന് പറയും. പക്ഷേ അവരുടെ മുമ്പ് ഞാൻ കാട്ടുമാക്കാനാന്ന് പിന്നെന്തിനാ? മനസ്സിലായോ? കൊച്ചുമക്കള് ചാടിയാ ചിരിക്കാത്ത വലിപ്പന്മാരുണ്ടോ? അങ്ങനെ വെച്ചിരി കാര്യം എന്ത് ചെയ്യോ? തിയോളജി ഇറങ്ങി പിന്നെ ഇതിന്റെ കുമ്പയ്ക്കാതിരിക്കല്ലേ തിയോളജി ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങൾ പച്ച മനുഷ്യനായിട്ട് ദൈവദാസന്മാരും ദൈവമക്കളും ജീവിക്കുക. നിങ്ങളുടെ വീട്ടിൽ തൊട്ടപ്പുറത്ത് ഹിന്ദുവാണോ? മിണ്ടവരോട്. മുസ്ലിമാണോ? മിണ്ട്. അവരുടെ പെങ്കൊച്ചിന്റെ കല്യാണം വിളിച്ച് നിങ്ങൾ പോയി എന്തൊരു സമ്മാനം കൊടുക്കുക. വേണേ നിങ്ങളുടെ പറമ്പിൽ വേണമെങ്കിൽ അവർക്ക് സ്ഥലമില്ലെങ്കിൽ ഒന്ന് തീയരിക്കാൻ സ്ഥലം കൊടുക്കുക. ഒരു തെറ്റുമില്ല, ഒരു തെറ്റുമില്ല. പക്ഷേ ഉപദേശ പശുക്കൾ പിടിച്ച വരത്തിൽ നിന്നും പറയാം, അതിന് ഞാൻ കുറ്റം വേണം. ഞങ്ങളുടെ ഭഗവതിയും കൊണ്ട് വരിക, അതുകൊണ്ട് പറയുന്നില്ല പിന്നെ ഇവിടെ കാപ്പിയുണ്ട് വരണമെന്ന് ഞാൻ അത് വരത്തിൽ നിന്ന് പറയണം. അത് പറയാനോട് ഞാൻ കുറ്റം വേണം. അതാ പറഞ്ഞല്ല, എല്ലാത്തിനകത്തും കളകല്ല. നമുക്കൊരു നിയമമുണ്ട്. ഇപ്പം ക്രിസ്മസ് ഒക്കെ അല്ലേ അല്ലേ? പല വിദ്വാന്മാരും ക്രിസ്മസ് ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് കേക്ക് വാങ്ങിക്കത്തില്ല. പക്ഷെ അന്നൊരു വിസിറ്റിന് അങ്ങ് ഇറങ്ങും. വാങ്ങിച്ചാൽ ഒരു കേക്ക് വാങ്ങിക്കും. ഇത് കടച്ചക്ക കേക്ക്, ചക്ക കേക്ക്, പ്ലം കേക്ക്, മാർബിൾ കേക്ക്, എന്ത് വേണ്ട കണ്ട കുടച്ചാണി എല്ലാം ഉള്ള വീട്ടിൽ തിന്നും. ഞാൻ വാങ്ങിച്ചില്ല, ഞാൻ വാങ്ങിച്ചില്ല. ദൈവത്തിന്റെ മുമ്പിലാ പറയും, സത്യമല്ലേ? പിന്നെ അടിച്ച ചില്ലറയാന്നോ? അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഇടപാടും കാണിക്കരുത്. ഉപദേശത്തിന് വേണ്ടി ദൈവ മക്കൾ നിൽക്കണം. ഒരു സ്തോത്രം പറഞ്ഞേ. എന്റെ ബന്ധുക്കൾ പലരും ക്രിസ്മസിന് ആശംസിച്ചിട്ടുണ്ട്. എനിക്ക് ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടില്ല, ചെയ്യത്തുമില്ല. എനിക്കില്ല, പിന്നെ ഞാനെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത്? എനിക്ക് ക്രിസ്മസ് ഇല്ല. സ്തോത്രം പറഞ്ഞ് എല്ലാവർക്കും വിഷമമായോ? നിങ്ങളുടെ മോഹം കണ്ടിട്ട് എനിക്കൊരു വിഷമം. മനസ്സിലാവുന്നുണ്ടോ? എനിക്കൊരു വിഷമം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഉപദേശമാണ് ഉപദേശം അല്ലേ? അല്ല, ഈ ചിന്ത നമ്മുടെ അകത്തുണ്ടാകണം. അപ്പോൾ എല്ലാത്തിനെയും കൂടെ കിടന്നത് ഉപദേശം നമുക്ക് സ്വീകരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാ കാര്യമെന്നറിയോ? ഇത് നല്ല കയ്പുള്ള കഷായമാണ്. മാത്രമല്ല ഇതിന് ഇച്ചിരി പഥ്യവുമുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞേ. ഇതിന് ഇച്ചിരി പഥ്യമുണ്ട്. അതുകൊണ്ട് ഇത് സ്വീകരിക്കെങ്കിൽ അതുപോലെ പോകണം. ഒക്കത്തില്ലാത്തവർ ഇത് സ്വീകരിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇച്ചിരി ചില ഇങ്ങനെ കുറെ അസുഖങ്ങളുണ്ട്. ഞാനൊരു ഡോക്ടറെ കാണാൻ പോകാറില്ല. എന്നറിയാമോ? എനിക്ക് അവർ പറഞ്ഞ് അനുസരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ്. ഉള്ള കാര്യം പറഞ്ഞു. ഞാനൊരു സൈക്കോളജിസ്റ്റാണ്. ഞാൻ പുഷ്പേരി മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞത് എനിക്ക് ഡോക്ടറെ കാണാൻ പോയാൽ അവർ പറഞ്ഞ് അനുസരിക്കണം. അനുസരിക്കാൻ പോയല്ലോ. എന്നോട് പറഞ്ഞ് രാവിലെ 5 മണിക്ക് എഴുതി എക്സസൈസ് ചെയ്യാൻ അവർ പറയുന്നത്. ഇന്ന എക്സസൈസ് അങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി. എനിക്കൊക്കത്തില്ല. അപ്പൊ പിന്നെ പോകാതിരിക്കല്ലേ നല്ലത്. അപ്പൊ അതാ പറഞ്ഞത്, ഈ ഉപദേശം സ്വീകരിക്കാൻ വന്നാൽ ഒക്കത്തില്ലേ, അടുത്ത് വരരുത്. സ്തോത്രം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ പഥ്യോപദേശവുമായിട്ട് രഞ്ജിച്ചു പോകാൻ കഴിയാത്തൊരു ഭാഗം. ഇനി 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ മതി. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 5-ാമത്തെ വാക്യം. മോളെ മതി, നിർത്തിക്കോളൂ. ആ ഒരു വാക്ക് മാത്രം ഞാൻ പറയാം. നിർമ്മതനാകുക. എന്താ ഈ മതം? എന്ന് പറയുന്നത്, അതിന്റെ മതം എന്ന് പറഞ്ഞാൽ റിലീജിയൻ എന്നാണ്, അഭിപ്രായം എന്നർത്ഥം. പക്ഷെ മതം അറിയാമല്ലോ, ആനയ്ക്ക് മതം വളരുക. അതിന്റെ ഉടയവനെ കണ്ട അറിയത്തില്ല, ആന പാപ്പാനെ കണ്ട അറിയത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? വീട് കണ്ട അറിയത്തില്ല. ഇതാണ് മതം. നീയോ സകലത്തിലും പിടികിട്ടിയില്ല. പലതരം ഉപദേശങ്ങൾ പാരിൽ മുളച്ചു പരക്കുന്നു, ദൈവത്തിൻ ഉപദേശത്താൽ അവസാനിപ്പിപ്പോർ. പോട്ടെ, ഗലാത്യലേഖനത്തിൽ വായിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇവിടെ പറഞ്ഞ പലതരം ഉപദേശങ്ങൾ ഇങ്ങനെ വരുന്നോണ്ടിരിക്കുകയാണ്. പക്ഷേ നീ ഏതാ പിടിച്ചെന്ന് ആലോചിച്ചോണം. സ്തോത്രം. അങ്ങോട്ട് കാട്ടിക്കുമ്പോ അങ്ങോട്ട്, ഇങ്ങോട്ട് കാട്ടിക്കുമ്പോ ഇങ്ങോട്ടും പോകുന്ന ഒരു പരിപാടിയല്ല. എവിടാണെന്ന് ആലോചിച്ചോണം. ഒരു സ്തോത്രം പറഞ്ഞേ, ഒരു സ്തോത്രം പറഞ്ഞേ. ഞാന് കഴിഞ്ഞതിന്റെ മുമ്പലത്തെ വർഷം, അല്ലെങ്കിൽ ഈ അധ്യയന വർഷത്തിന് മുമ്പലത്തെ വർഷം ഞാൻ സൈക്കോളജി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ലാസ്സിൽ. മലയാളീസ് ഒന്നുമല്ല, എല്ലാം വെളിയിലുള്ളവരാണ്. അപ്പൊ എന്റെ സ്വഭാവം ഏത് ചോദ്യം ചോദിച്ചാലും മറുപടി പറയും ഞാൻ. എന്റെ വിദ്യാർത്ഥികൾ വല്ലതും ഇട്ടിരിപ്പം. അപ്പൊ സൈക്കോളജിയാണ് പഠിപ്പിക്കുന്നത്. ഉടനെ ഒരുത്തും ബൈബിളും പൊക്കിക്കൊണ്ട്, നാഗാലാൻഡുകാരനാന്ന് തോന്നുന്നു, അവൻ എഴുന്നേറ്റ്. ഞാൻ ചോദിച്ചെന്നെ
ഉടനെ പറഞ്ഞു ഒരു സംശയം. ഞാൻ ചോദിച്ചു, അപ്പം ബൈബിളിൽ ഒരു വാക്യം വായിച്ചു അന്യഭാഷയെക്കുറിച്ചാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ 41 വർഷമായി ഞാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളാണ്, അന്യഭാഷ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ബൈബിൾ സത്യമാണോ? അതെ. ഞാൻ അതിൻ്റെ അകത്തെ സത്യമാണ്. ഇത്രയുള്ള പ്രശ്നം. നീ വിശ്വസിക്കാതിരിക്കാൻ എൻ്റെ പക്ഷേ വിഷയമല്ല. ബൈബിൾ സത്യമാണോ? ആണോ? അന്നാ അതിൻ്റെ ഉപദേശം സത്യം. നീ അനുസരിച്ച് മതി. സ്തോത്രം പറഞ്ഞ അല്ല, അതിനു വേണ്ടി വന്യമോനെ നീ പറഞ്ഞില്ലേ പറയണ്ടാവൂവേ എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പഠിച്ച ഉപദേശം പറയാൻ എനിക്ക് നല്ല ചങ്കൂറ്റമുണ്ട്. ഞാൻ പഠിപ്പിച്ച പല സ്ഥാപനങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഉപദേശത്തിനെതിരെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ സല്യൂട്ട്. ഞാൻ ഇത്ര വർഷം ഇവിടെ പഠിപ്പിച്ചോളാവുന്ന എഗ്രിമെന്റും ചെയ്തിട്ടില്ല. പറഞ്ഞ പോലെ 29 വർഷം ഇവിടെ പഠിപ്പിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഞാൻ ഇത്ര ദിവസം ഇവിടെ പഠിച്ചാലും ഇവിടെ നിയമവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഒക്കത്തില്ലേ അവസാന സല്യൂട്ട് പോകുന്നു. സ്തോത്രം പറഞ്ഞേ. അതുകൊണ്ടാ പറഞ്ഞു, ഉപദേശത്തിന് വേണ്ടി നിങ്ങൾ നെഞ്ചും തെറ്റിയും കാണിക്കണം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയുന്ന പരിപാടി കാണിക്കരുത്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞുമുള്ള കളികൾ നിങ്ങൾ കാണിക്കരുത്. സത്യോപദേശം നമ്മുടെ ഇടയിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ പെന്തക്കോസ് പ്രസ്ഥാനങ്ങളൊക്കെ ദുരുപദേശത്തിന്റെ അകത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് കണ്ണു തുറന്ന് നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ അറിയാം. പക്ഷെ ഒരു കാര്യം കൂടെ, ഇതിന്റെ ഇടയിൽ അവിടെ ഇവിടെ കരഞ്ഞു നിലവിളിക്കുന്ന അമ്മച്ചിമാരും അപ്പച്ചന്മാരും സഹോദരിമാരും കുഞ്ഞുങ്ങളും ദൈവദാസന്മാരും ഇവിടെ കർത്താവേ അങ്ങ് കരുണ തോന്നുന്ന നിലവിളിച്ച് കാര്യം ധാരാളം പേരുണ്ട്. സ്തോത്രം. അതിന്റെ അകത്ത് നീയും ഉണ്ടാകണം. സ്തോത്രം. ഞാൻ ആ വായിക്ക് ഒന്ന് പറഞ്ഞു പെട്ടെന്ന് നിർത്താം. സ്തോത്രം. അവിടെ നമ്മൾ വായിക്കുന്നത് 1-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും. ഞാനൊരു കാര്യം കൂടെ പറയാം. ഈ പെന്തക്കോസ്തിൽ നിങ്ങളുടെ സർവേ നടത്തിയാൽ 65% പെന്തക്കോസ് സഭയിലെ അംഗങ്ങളും അന്യഭാഷ പറയാത്തവരാണ്. പറഞ്ഞ പോലെ പിടികിട്ടിയോ? പക്ഷെ ബ്രദറൻ സഭയിൽ ഒരൊറ്റ പെന്തക്കോസുകാരില്ല. പെന്തക്കോസ് സഭയിൽ ഒത്തിരി ബ്രദറുകാരുണ്ട്. പിടികിട്ടിയോ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇത് പിടിച്ച് വാങ്ങിക്കാൻ ഒക്കുന്നല്ല, ടേപ്പ് ചെയ്ത് കാണാതെ പഠിക്കാൻ ഒക്കുന്നല്ല, എഴുതിയെടുത്ത് പറയാൻ ഒക്കുന്നല്ല. കർത്താവിനെ നിലവിളിച്ച് കരയണം. ഞാനാണ് വീട്ടിലെ ഏറ്റവും ഇളയ. എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠൻ, അതിന് മൂത്ത പെങ്ങളാണ്. ഇപ്പൊ എൻ്റെ വീട്ടിലെ ഏറ്റവും മൂത്ത ഞാനാന്ന് പറയും കണ്ടാൽ. എൻ്റെ ചേട്ടനെ കണ്ടാൽ അനിയൻ, ഞങ്ങളുടെ നാട്ടുകാരാണ് ചോദിക്കുന്നത് അനിയൻ എന്ത് ചെയ്യുന്ന ചോദിക്കുന്നത്. നീളം കൂടുതൽ എനിക്ക് ഇനി ഈ പരിവോ കണ്ടാൽ എൻ്റെ തൊട്ടടുത്തുള്ളൊരു അനിയൻ എന്ത് ചെയ്യും. അപ്പൊ ഞങ്ങൾ ട്വിൻസിന്റെ കൂട്ടം നടന്നുകൊണ്ട് ഒരേ നീളം കണ്ടാലേ കണ്ടൊരു പേർക്ക് ബിജു ബിനു എന്നാ പേര്. ഒരേ ഡ്രസ്, എവിടെ പോലും ഒരുമിച്ച് പോകത്തുള്ളൂ. പക്ഷേ ഞാനാണ് ആദ്യം അന്യഭാഷ പറഞ്ഞത്. 2 വയസ്സ് വ്യത്യാസമുണ്ട് ഞങ്ങളത്. ഒരു ദിവസം 12 മണിക്ക് ഞാനാണ് ആദ്യമായിട്ട് അന്യഭാഷ പറയുന്നത്. എൻ്റെ ജ്യേഷ്ഠങ്ങൾ നിലവിളിച്ചു. ഉച്ച കഴിഞ്ഞ് എല്ലാവരോടും ആശ്വസിപ്പിച്ചു. ഉച്ച കഴിഞ്ഞ് വീണ്ടും വരുന്നു. അവനൊരു 2-2:30 ആയപ്പോൾ അവനും അന്യഭാഷ പറഞ്ഞു തുടങ്ങി. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ആഗ്രഹം അകത്ത് വേണം. നിങ്ങളുടെ ഒരു കുഞ്ഞിനെ പാമ്പ് കടിച്ചാൽ നിങ്ങൾക്ക് വിഷമം വല്ലതും ഉണ്ടാകുമോ? അതേപോലെ വേണം നിങ്ങൾ സ്തോത്രം കർത്താവിന് കൃപ പ്രാപിക്കാനിരിക്കേണ്ടത്. ഒരു സ്തോത്രം പറഞ്ഞ് കിട്ടിയില്ല, അവർക്ക് കിട്ടി, എനിക്കില്ല എന്ന് പറഞ്ഞു കർത്താവേ എന്നായാലും കണ്ണടയ്ക്കുന്നതിന് മുമ്പെങ്കിലും എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. തമാശയും കളിയല്ല പറഞ്ഞത്. ദൈവത്തിന്റെ തമാശ പറയാണ്. തീരെ സമയമില്ല. പുള്ളി അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. കുര്യാസ് കുമാർ പാഷന്റെ കാര്യമല്ല പറഞ്ഞത്. പുള്ളി പറഞ്ഞല്ലോ എനിക്കിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അധ്യക്ഷനും അത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ പ്രസംഗിക്കാൻ തീരെ സമയമില്ല എന്നിട്ട് എല്ലാം മാറ്റി വെച്ച് അവന്റെ പേരണ്ട പുള്ളി എവിടെ പോലെ ചുമ്മാതാ പുള്ളിയോട് ചുമ്മാ ഇരിക്കുമായിരുന്നു. ഞാൻ പേര് പറയത്തില്ല, ഒരാളെ കുറിച്ച് പറയുന്നതാണ്. പുള്ളിക്ക് 2025 വരെ ഫുൾ പ്രോഗ്രാം ബുക്കിംഗ് ആണ് എല്ലാ ദിവസവും. പുള്ളി വീടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ വേണ്ടാത്ത പുകഴ്ത്തിൽ എന്തിനാണ്? ന്യായമായിട്ട് കാര്യം പറഞ്ഞു, ഒരു തെറ്റുമില്ല. ദൈവമക്കളെ എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഇത് കഴിഞ്ഞ് അത്യാവശ്യമായിട്ട് എൻ്റെ സഹോദരി അമ്മായിപ്പം മരിച്ചുപോയി, എനിക്ക് അവിടം വരെ പോകണം എന്നൊരു പാസ്റ്റർ പറഞ്ഞാൽ തെറ്റില്ല. 2018 ഡിസംബർ മാസം 31-ാം തീയതി ഞാൻ ആണ്ടൃതി യോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഞാനിരുന്ന ഏത് സഭയിലും പറഞ്ഞിട്ട് ഫോൺ എടുക്കാനൊക്കെ ഇല്ല. സ്ഥാനം ഇരിക്കണം എന്ന് എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ എൻ്റെ അമ്മ മരിച്ചു. ജ്യേഷ്ഠൻ നാട്ടിലില്ല. അമ്മ മരിച്ചു എന്ന് ഇപ്പോൾ അറിയിപ്പ് കിട്ടുന്നത് കൊണ്ട് എനിക്ക് പോകണം. ഞാൻ കർത്തൃമേശ നടത്തിയിട്ട് പോകുക. എന്നിട്ട് ഞാൻ കർത്തൃമേശ നടത്തി.
കർത്തൃമേശ നടത്തി. ഞാൻ വെളിയിലോട്ടിറങ്ങിയപ്പം സഹോദരന്മാർ പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങൾ നിർത്തുക. ഞാൻ പറഞ്ഞു വേണ്ട, നിങ്ങൾ ബാക്കി സാക്ഷ്യങ്ങളെല്ലാം പറഞ്ഞോളി, കാര്യം കഴിക്കാനുണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒന്നും കളയണ്ട, നിങ്ങളെല്ലാം ചെയ്തിട്ട് വന്നാൽ മതി. നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞത് അത് ഞാൻ പറഞ്ഞത് തെറ്റാണോ? അല്ല, അത് ന്യായമാണ്. ഇല്ലാതൊരു ധൃതി കാണിക്കേണ്ട കാര്യമില്ല. പറഞ്ഞ വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ വേണ്ടാത്ത അഭിനയങ്ങൾ എന്ന് പറയുന്നത് അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുന്ന എൻ്റെ എല്ലാം എൻ്റെ ദൈവമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കർത്താവിനോട് പറഞ്ഞു വരും, കർത്താവേ, എനിക്ക് തന്ന ഡിഗ്രികൾ മുഴുവൻ നീ തന്നതാണ്. സ്തോത്രം പറഞ്ഞേ. എനിക്ക് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ നീ തന്നതാണ്. അല്ല, എന്റെ അപ്പം തന്നതാന്നല്ല പറഞ്ഞത്, എന്റെ ദൈവം തന്നതാ. സ്തോത്രം. നിങ്ങൾ പറ, എനിക്ക് ഇതെല്ലാം ഉണ്ടെന്നിരിക്കട്ടെ, പക്ഷെ ഒരു കാര്യം, എനിക്ക് പഠിക്കാൻ ബുദ്ധിയില്ല, ഞാൻ പഠിക്കുമോ? രാമൻ പറഞ്ഞേ. അതുകൊണ്ടാണ് പറഞ്ഞ സകലത്തിന്റെയും നന്മയും സ്തോത്രവും എല്ലാം ദൈവത്തിനാ കൊടുക്കേണ്ടത്. ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയാണ് നമ്മൾ വേണ്ടത്. സ്തോത്രം. പൗലോസ് പറഞ്ഞല്ലോ, എനിക്കോ എന്റെ കർത്താവായ യേശുവിനെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. സ്തോത്രം. നമ്മുടെ പ്രശംസ മുഴുവൻ ദൈവത്തിൽ കൊടുക്കുന്ന ഒരു അനുഭവം നമ്മൾക്കുണ്ടാകണം. അടുത്ത വാക്കോടെ പറഞ്ഞു നിർത്തുകയാണ്. ഇതിന്റെ അവസാനത്തെ ഭാഗത്ത് വായിക്കുന്നത്, ജഡത്തിൽ പ്രശംസിക്കാതിരിക്കുകയും ചെയ്യുന്നവർ. ഒരു പനി വരാനുണ്ടോ നമ്മുടെ ശരീരം പോകാൻ? ഉണ്ടോ? ക്യാൻസറും കുഷ്ഠവും ഒന്നും വരണ്ട, ഒരു പനി വരണ്ട. ഇപ്പം തന്നെ ഞാൻ പ്രസംഗിക്കാൻ വന്നുകൊണ്ട് ഇത് മാറ്റി വെച്ചേക്കുക. നിങ്ങളെല്ലാവരും മുഖപ്പട്ട കെട്ടിയല്ലേ ഇരിക്കുന്നത്? അത് ഗവൺമെന്റ് നിർദ്ദേശമാണ്. എന്തിനാണെന്നറിയാമോ? ഇവിടുന്ന് അങ്ങോട്ടൊന്നും പോകാതിരിക്കും, അവിടുന്ന് ഇങ്ങോട്ടും വരാതിരിക്കാൻ വേണ്ടി ചെറിയൊരു പ്രിക്കോഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ചെറിയ പനി പോലൊരു സാധനമാണെന്ന് ഓർക്കണം. ഇത് അതാണ് ലക്ഷങ്ങളെ കൊന്നൊടുക്കിയത്. ഇപ്പൊ അടുത്ത ഷിഗല്ലേന്ന് ഞാൻ അടുത്തൊരെണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അത് എന്തുമാത്രം പരക്കുമെന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പം ഒരു പനി വേണ്ട നമ്മൾ ഇവിടുന്ന് പോകാൻ വേണ്ടി. അതുകൊണ്ട് കർത്താവേ, എന്റെ ശരീരത്തിന്റെ ബലം നിന്റെ ദാനമാണ്. സ്തോത്രം. നിന്റെ ദാനമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പറയാം, നിങ്ങളൊക്കെ വണ്ടി ഓടിക്കുന്നവരോ ഓടിക്കാത്തവരോ എന്തും ആകട്ടെ, എന്തായാലും നമ്മളെല്ലാം വണ്ടി യാത്ര ചെയ്യുന്നവരാണ്, വിവിധ വണ്ടികളിൽ. പക്ഷേ നമ്മളാരും മിടുക്കരായതുകൊണ്ട് രക്ഷപ്പെട്ടതല്ല, ദൈവത്തിന്റെ മഹാദയ കൊണ്ട് രക്ഷപ്പെട്ടതാണ്. നമ്മൾക്ക് കിട്ടിയ ലൈസൻസിന്റെ പച്ചയം കൊണ്ടും വണ്ടി ഓടിക്കാൻ അറിയുന്നതിന് മിടുക്കൊണ്ട് രക്ഷപ്പെട്ടതല്ല. ഇങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് വൃത്തിക്ക് പോയിട്ടും ഇങ്ങോട്ട് നെഞ്ചത്ത് കയറാൻ വന്നവനെ ദൈവം മാറ്റിവിട്ടതാ. സ്തോത്രം. നമ്മൾ മര്യാദയ്ക്ക് പോയാലും ഇങ്ങോട്ട് വന്നവൻ നെഞ്ചത്ത് കയറിയാൽ മറിയല്ലോ. അപ്പോൾ അതിന് ദൈവം അനുമതിയല്ലേ, ദൈവത്തിന് മഹത്വം. സ്തോത്രം. ഒരു സംഭവം കൂടെ പറഞ്ഞ് ഞാൻ പ്രസംഗത്തിന് അവസാനം ഉണ്ടാക്കാം. ഇവിടെ തൊട്ടടുത്താണല്ലോ ചച്ചബ്ഗോഡിന്റെ ആസ്ഥാനം, മുളക്കൽ സിയോൻ കുന്ന്. സുദീർഘ വർഷങ്ങൾക്ക് മുൻപ് സെവിച്ചാക്കോ ഇരുപേരൂർ എന്ന് പറയുന്ന ആ ദേവദാസനെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ വർഷം മുമ്പാണ്. ഇത്രയും വീതിയുള്ള വഴിയല്ല, ചെറിയ വഴിയാണ് എം സി റോഡ്. ഭയങ്കര ഒരു ശബ്ദം കേട്ടു. ഇപ്പൊ ചാക്കോ സാറ് പറഞ്ഞു, വണ്ടി എന്തോ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്, നമുക്ക് ഓടി ഇറങ്ങാം. അപ്പൊ ആ പടിയെ കൂടെ വിദ്യാർത്ഥികളും പുള്ളി കൂടെ ഓടി ഇറങ്ങുകയാണ് കാര്യം ഇവരെ രക്ഷിക്കാൻ. ചെന്നപ്പം ഈ പറമ്പിന്റെ അല്ലെങ്കിൽ ഈ റോഡിന്റെ തൊട്ടപ്പുറത്തെ പറമ്പ്, ഇപ്പോൾ ഒരു ഓഫീസ് അവിടെ ഇരിപ്പുണ്ട്. അവിടെ നിന്ന് പറമ്പാണ്, അവിടെ ഒരു ട്രാൻസ്പോർട്ട് ബസ് കിടക്കുന്നു. ഡ്രൈവർക്ക് ചാക്കോ സാറിനെ അറിയാം. എന്ന് പറഞ്ഞു, സാറേ നിങ്ങളാരാണ്ട് ഈ വണ്ടിയിലുണ്ടായിരുന്നു? പുള്ളി പറഞ്ഞു, ഞങ്ങളാരാണ്ടോ? എന്നാന്നറിയാമോ? വണ്ടി സൈഡ് കൊടുത്തതാണ്, വന്ന് വഴി വീതി കുറവാണ്, ഇങ്ങോട്ട് വളക്കുകയും നേരെ അടുത്ത പറമ്പിലോട്ടാണ് പോയത്. താന്ന പറമ്പ്. അങ്ങോട്ട് ചെല്ലിയ വാവട്ടം വലിയ ഒരു കുഴിയാണ്. എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. സ്പ്ലിറ്റ് ഓഫ് ദ സെക്കൻഡേ ഉള്ളൂ. ബ്രേക്ക് ചെയ്യപ്പെടണം, ആക്സിലേറ്റർ എന്താണെന്ന് അറിയത്തില്ല, ആലോചിക്കാൻ സമയമില്ല. പക്ഷെ ആ സമയത്ത് പുറയുന്ന ഒരു സഹോദരി പുള്ളിക്കാരൻ ആക്സിലേറ്റർ ഒറ്റ ചവിട്ട് വണ്ടി ചാടി അപ്പുറത്ത് കയറി. അതാ പറഞ്ഞ്, നിങ്ങളുടെ ആരാണ്ട് വണ്ടിയിലുണ്ടായിരുന്നു. ഒരു സ്തോത്രം പറഞ്ഞേ, ഒരു സ്തോത്രം പറഞ്ഞേ. അതുകൊണ്ട് ദൈവമക്കൾ മനസ്സിലാക്കണം, സ്തോത്രം. ജീവനോടിന്നും ശേഷിക്കുന്ന ദൈവത്തിന് 1000 അല്ല, 1,00,000 കോടി സ്തോത്രം പറഞ്ഞാലും മതിയാകില്ല. അതുകൊണ്ട് നമ്മുടെ ജഡം കൊണ്ട് ഏതാണ്ടൊക്കെ കഴിയും, ഏതാണ്ടൊക്കെ കഴിയും. നമ്മളെ കൊണ്ട് ഏതാണ്ട് കഴിയും. നിങ്ങൾ ശ്രദ്ധിക്കണേ, കെല്ലിച്ച പല ദൈവദാസന്മാരും ദൈവദാസിമാരും പറഞ്ഞു കേട്ടിട്ടില്ലേ? യേശുവിന്റെ നാമത്തിൽ കൈകെട്ട്. ആ ഭൂതവളയുവന് ആഞ്ഞു നോക്കിയ ഭാഷ 4 കാരണം പറയും, അത് ആരോഗ്യം. പക്ഷേ ഈ കെല്ലിച്ച എലിമ്പൻ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ കൈകെട്ട്. പിടികിട്ടിയ സ്തോത്രം പറഞ്ഞേ. അപ്പൊ ജഡം കൊണ്ടെല്ലാം ചെയ്യാമെന്നും ജഡത്തിന്റെ കഴിവ് കൊണ്ടേണ്ടൊക്കെ ആകാമെന്നും ദൈവമക്കൾ ഓർക്കരുത്. നിങ്ങൾ ഏത് വലിയവരുമായിക്കോ, പക്ഷേ ആരാധനയിൽ കർത്താവിന്റെ പാദങ്ങളിൽ വീഴണം.
അവനെ നമിക്കണം. സ്തോത്രം. അവന് സ്തുതി പറയണം. സ്തോത്രം. ഞാനൊരു കാര്യം കൂടെ തുറന്നു പറയുകയാണ്. സ്തോത്രം. ഞങ്ങളുടെ വർഗങ്ങൾക്കുള്ളൊരു ചെറിയ കുഴപ്പം, കൈയടിക്കത്തില്ല, പാട്ടുപാടത്തില്ല, കണ്ണടയ്ക്കത്തില്ല. ഞാൻ പാസ്റ്ററിനെ നോക്കി, പാസ്റ്റർ എന്താ കൈയടിക്കാത്തത്? പക്ഷെ എനിക്ക് കാര്യം മനസ്സിലാക്കി, പാസ്റ്ററിന് വയ്യ. അതെനിക്ക് ഞാൻ വന്നപ്പോഴേ മനസ്സിലാക്കി പാസ്റ്ററിന് വയ്യ എന്നുള്ളത്. പക്ഷേ ഇവിടെ ഇരുന്ന ദൈവദാസന്മാരൊക്കെ കൈയടിച്ചു. എന്നാൽ പലയിടത്തും ഇത് ചെയ്യാറില്ല. ഞാനിവിടെ തീർന്നപ്പോൾ ഒരു പുള്ളി ഞാനൊന്നും കൈയടിച്ച് പാട്ടും പാടി അന്യഭാഷ പറഞ്ഞെല്ലാം ചെയ്യാം. അപ്പൊ ഞാൻ കൈയടിച്ച് പാടും. ഞാൻ അടുത്തൊരു പുള്ളി ഇങ്ങനെ ചെറുപ്പക്കാരോട് ഇങ്ങനെ മസൂരി പിടിച്ചിരിക്കും. ഞാൻ ചെന്നെ BTH ഞാൻ പൊട്ടാ, ഞാൻ ഡോക്ടറേറ്റ് കഴിഞ്ഞിട്ടാണ് കൈയടിക്കുന്നത്. പറഞ്ഞേ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തിക്കുകയല്ല. ഞാൻ പറഞ്ഞാൽ കർത്താവിന്റെ മുമ്പിൽ നമ്മൾ ആരുമല്ല, നമ്മളൊന്നുമല്ല. കർത്താവിന്റെ മുമ്പിൽ ഒന്നുമല്ല. നമ്മുടെ ഈ മൂന്നത്തെല്ലാം കൂടെ കൂട്ടിയാലും കർത്താവിന് ഭൂ എന്ന് ഊതാൻ പോലും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, സ്തോത്രം, നമ്മൾ കർത്താവിനെ എന്തുമാത്രം ആരാധിക്കണം, എന്തുമാത്രം സ്തുതിക്കണം, എന്തുമാത്രം നന്ദി പറയണം. അപ്പോൾ അതുകൊണ്ട് സ്തോത്രം, നമ്മുടെ കർത്താവ് സകലത്തിനും യോഗ്യനാണ്. അതുകൊണ്ട് ഈ അംബാസിഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം, ഇത് ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്നത്, സത്യോപദേശം പ്രചരിപ്പിക്കുവാനും അങ്ങനെ കഴിവും അതിനുള്ള ആഗ്രഹമുള്ള ദൈവദാസന്മാരും ദൈവദാസിമാരും ദൈവമക്കളും കുഞ്ഞുങ്ങളുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ കുഞ്ഞുങ്ങൾക്കൊന്നും എല്ലാം തിരിച്ചറിയാൻ പ്രായമില്ല. പക്ഷെ ഒരു കാര്യം, അവരും പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിശ്ചയമായിട്ടും അംബാസിഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ വാട്സപ്പ് കൂട്ടായ്മയാണ്. അത് വളരെ അനുഗ്രഹീതമായിട്ട് മുൻപോട്ട് പോകട്ടെ. ഞാൻ പറഞ്ഞത്, ഈ കോവിഡ് കാലം കഴിഞ്ഞാലും ഇതിന് പ്രസക്തിയുണ്ട് നിശ്ചയമായിട്ടും. കാര്യം, നെറ്റ് ഉപയോഗിക്കുന്നവർ ധാരാളം പേര്. അതുകൊണ്ട് നമുക്ക് വിദേശത്തും മറ്റുമുള്ളവർ ഒത്തിരി എന്നോട് പലരും കാണുമ്പോൾ പറയുന്നത്, സാറിൻ്റെ പ്രസംഗം ഞങ്ങൾ അവിടുന്ന് ഇവിടുന്ന് കേൾക്കാറുണ്ടെന്ന്. ഞാൻ അറിഞ്ഞിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഇന്നാളോട് തന്നെ ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് സാറിൻ്റെ പ്രസംഗം അറിയാം, അതുപോലെ സാറിൻ്റെ പ്രസംഗം എനിക്ക് വേറൊരാൾ ഇട്ട് തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് എൻ്റെ കാര്യം മാത്രമല്ല, നിങ്ങൾ പലരും ചെയ്യുന്ന പാട്ടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ പലരും വിദേശത്ത് കേൾക്കുന്നുണ്ട്. അതിന് ഒരു പ്രയോജനമാകട്ടെ ഈ പ്രസ്ഥാനം. ദൈവം അതിനുള്ള എല്ലാ കൃപകളും ഇതിൻ്റെ അഡ്മിന്മാർക്കും ഇതിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ ക്ഷണിച്ച കർത്താവദാസൻ പാസ്റ്റർ അനീഷ് വല്ലിയോട് പ്രത്യേകം നന്ദി പറയുന്നു. അവസരം ഒരുക്കിയ കർത്താവദാസൻ പാസ്റ്റർ ഷാജി മാത്യുവിനോട് നന്ദി പറയുന്നു. കേട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. സർവശക്തനായ കർത്താവിൻ്റെ വരുമാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ നേരം അത്രയും കർത്താവിന്റെ വചനങ്ങൾ കേട്ട് സന്തോഷിക്കുവാൻ ഇടയായിത്തീർന്നത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ക്രമപ്പെടുത്തണമെന്നും ഹല്ലേലൂയ ദേവദാസനിലൂടെ അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾക്കുവാൻ ഇടയായിത്തീർന്നു. അല്പസമയം നമുക്ക് ഒരു ഗാനത്തിന്റെ 2-3 ശീലുകൾ പാടി കർത്താവിനെ ആരാധിക്കാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിന് നേരമായി. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ, നമ്മുടെ ജീവിതത്തെ അല്പം കൂടെ വിശ്വാസത്തിൽ മുന്നേറുവാൻ കർത്താവ് സഹായിക്കട്ടെ. ശക്തിയോടെ പാടി
നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ഒരു പ്രാവശ്യം കൂടെ കർത്താവിന് മഹത്വം അർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പകലിൽ നമ്മെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ചിന്തകൾക്കായി കർത്താവ് സ്തോത്രം ചെയ്യാം. ആമേൻ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പകലിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവ് വളരെ വ്യക്തമായി നമ്മോട് ഇടപെടുവാനിടയായി തീർന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കേൾക്കപ്പെട്ട
ദൈവത്തിന്റെ വചനം അനുഗ്രഹമായി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവസന്നിധി വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. അവൻ ഇന്ന് പകലിൽ അവൻ പ്രസംഗം നാം കേട്ടു എന്നുള്ളതല്ല, അതിനപ്പുറമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവൻ ദൈവവചനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട ഭാഗങ്ങൾ അവൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് കാരണമായി തീർന്നാൽ അവൻ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ ഓരോ ദൈവവചന ചിന്തകളും അവൻ നമ്മിൽ ആഴമായ മാറ്റങ്ങൾ ഉണ്ടാക്കട്ടെ. കർത്താവിനെ ഓർപ്പിച്ചല്ലോ, ഇത് പുറത്തുള്ളവരുടെ കൈമാറിയ ഒരു സന്ദേശമല്ല, അവൻ അകത്തിരിക്കുന്ന ദൈവജനത്തോട് ദൈവദാസന്മാരുടെ കൈമാറിയ സന്ദേശം പരിശുദ്ധാത്മാവ് അതിൽ കൂടെ അവൻ ആഗ്രഹിക്കുന്ന തലത്തിൽ നമ്മുടെ ജീവിതത്തിൽ സമൂലമായ ഒരു മാറ്റം ഉണ്ടാകട്ടെ. അതിനുവേണ്ടി ദൈവരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ സ്വന്തമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവൻ ഹല്ലേലൂയ ഈ പകലിലെ ഈ സെക്ഷനിലേക്ക് കടന്നു വന്ന് ദൈവത്തിന്റെ വചന ശുശ്രൂഷ കർത്താവിന്റെ ദാസൻ അവൻ പ്രിയ ബിനുസാറിനുള്ള പ്രത്യേകമായ നന്ദി അവൻ അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന ഈ ക്രിസ്തീയ വാട്സപ്പ് കൂട്ടായ്മയുടെ പേരിൽ അറിയിക്കുന്നു. കർത്താവിന്റെ ദാസനെ തന്റെ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തുടർന്ന് വോട്ട് ഓഫ് താങ്ക്സിനായി സമയത്ത് വേർതിരിക്കുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അനീശ്വലന മുൻപോട്ട് വന്ന നന്ദി വാക്കുകൾ ഓർപ്പിക്കും. ദൈവദാസനെ അതിനായി ക്ഷണിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ പകലിൽ നമുക്ക് ഇത്രത്തോളം ആളുകൾക്ക് ഒരുമിച്ച് കൂടി വന്ന് നമ്മുടെ വീണ്ടെടുപ്പുകാരനെ ഉയർത്തുവാൻ